A for apple, B for ball, C for cat. ഇനി ഇതെല്ലാം പഠിച്ചിട്ട് വേഗം കിടന്നുറങ്ങണം. അയ്യോ, എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. എനിക്ക് തോന്നിയതാണോ ഇനി? അല്ല, എന്തോ ഒരു ശബ്ദം കേട്ടു ഞാൻ. നീയാണോ ശബ്ദം ഉണ്ടാക്കി എന്നെ പേടിപ്പിക്കുന്നത്? നിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്തായാലും. ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് എന്നെ പേടിപ്പിക്കുന്നത്. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ പീക്കിരി പീക്കിരി എന്ന് വിളിക്കരുതെന്ന്. ഞാൻ നിന്റെ ചേച്ചിയല്ലടാ. നീ എന്തിനാ എന്നെ പേടിപ്പിക്കുന്നത്? പേടിപ്പിക്കാനോ? നിന്റെ പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് കിടക്കാൻ വരാൻ പറയാൻ വന്നതാണ് ഞാൻ. എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞതാണ്, പക്ഷെ ഞാൻ ഇവിടുന്ന് എന്തോ ശബ്ദം കേട്ടു. നീ വേണ്ടാതെ ഓരോന്ന് പറഞ്ഞ് സമയം കളയാതെ വന്ന് കിടക്കാൻ നോക്ക്. വരാനാ പറഞ്ഞത് നിന്നോട്. ഞാൻ വരുന്നുണ്ട്. കുഞ്ചൂസേ വന്ന് കിടക്ക്. ചേച്ചി, നീ ശരിക്കും നേരത്തെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയിരുന്നോ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞതില്ലാന്ന്. എന്താടാ ഇക്രു ആ ശബ്ദം കേൾക്കുന്നത്? അയ്യോ, എനിക്ക് പേടിയാവുന്നടാ. അപ്പൊ ചേച്ചിക്കും എന്നെ പോലെ തന്നെ പേടിയാണോ? ഇനി വല്ല കള്ളനും വന്നതാണോ? വാ ചേച്ചി, നമുക്കൊന്ന് നോക്കി നോക്കാം. മിണ്ടാതിരിയടാ, എനിക്ക് പേടിയാവുന്നു. അയ്യോ അമ്മേ. വാ ചേച്ചി, നമുക്കൊന്ന് നോക്കി നോക്കാം. എനിക്കും പേടിയാവുന്നുണ്ട്. അയ്യോ കുഞ്ചൂസേ, നീ ഇവിടുന്ന് പോയോടാ? ഇങ്ങോട്ട് നോക്ക് ചേച്ചി. കുഞ്ചൂസേ, ശരിക്കും എനിക്ക് പേടിയാവുന്നടാ. എന്താടാ ആ ശബ്ദം കേട്ടത്? അതല്ലേ പറഞ്ഞത് നമുക്ക് നോക്കി നോക്കാമെന്ന്. ചേച്ചി, എന്താണ് നമ്മൾ കേട്ട ശബ്ദം? എനിക്കറിയില്ലടാ എന്താണ് കേട്ട ശബ്ദമെന്ന്. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ ചേച്ചി, എന്നെ ആരോ തൊടുന്നു. ചേച്ചി ഒന്ന് നോക്ക്, എന്നെ ആരോ തൊടുന്നു. മിണ്ടാതിരിയടാ മണ്ട, എന്നെയും കൂടെ നീ പേടിപ്പിക്കാതെ. അയ്യോ ചേച്ചി, ഒന്ന് നോക്ക്, എന്നെ ആരാ തൊടുന്നതെന്ന്. എനിക്ക് പേടിയാവുന്നു ചേച്ചി. എവിടെയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. എന്നെ തൊട്ട ചേച്ചിയുടെ മുടിയായിരുന്നു. ഇവിടെയൊന്നും ആരുമില്ല, നമുക്ക് തോന്നിയതാന്ന് തോന്നും ചേച്ചി. അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. വാ, നമുക്ക് പോയി കിടന്നുറങ്ങാം. ഇങ്ങോട്ട് വാ നീ. അയ്യോ ചേച്ചി, അങ്ങോട്ടല്ല നമ്മുടെ റൂം, ഇങ്ങോട്ടാണ്. ചേച്ചി ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്? ഇന്ന് ശശിയായെങ്കിൽ ഇങ്ങോട്ട് വാ, നമുക്ക് പോയി കിടന്നുറങ്ങാം. മമ്മി, ഇപ്പോ വണ്ടി വരും. വേഗം ഞങ്ങളുടെ ഫുഡ് താ. ദാടാ കുഞ്ചൂസേ ഫുഡ്. വേഗം കഴിച്ച് സ്കൂൾ പോകാൻ നോക്ക്. അവളെവിടെ? പിങ്കി വന്നില്ലേ ഭക്ഷണം കഴിക്കാൻ? നീ പിങ്കി വന്ന് ഭക്ഷണം കഴിക്ക്. ആ മമ്മി, ഞാൻ വന്നു. എന്നാലും ചേച്ചി, ഇന്നലെ എന്തായിരുന്നു നമ്മൾ ആ കേട്ട ശബ്ദം? നമ്മൾ വെറുതെ പേടിച്ചു അല്ലേ ചേച്ചി? അതെ, നമ്മൾ വെറുതെ പേടിച്ചു. ചേച്ചി, നമ്മുടെ വണ്ടി വന്നു, നമുക്ക് പോകാം. മമ്മി, ഞങ്ങൾ പോകുന്നാണേ, ഞങ്ങളുടെ വണ്ടി വന്നു. സൂക്ഷിച്ചു പോകണേ മക്കളെ. ചിഞ്ചു, നീ ഒരു കാര്യം അറിയോ? ഇന്നലെ ഞാനും കുഞ്ചൂസും കൂടെ കിടക്കാൻ നേരത്ത് എന്തോ ഒരു ശബ്ദം കേട്ടു. എന്ത് ശബ്ദം? അറിയില്ല, വല്ല കള്ളനോ പ്രേതമോ എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ആകെ പേടിച്ചു പോയി. നീ വെറുതെ തള്ളാതെടി. തള്ളിയതല്ലടി, ശരിക്കും ഞങ്ങൾ ശബ്ദം കേട്ടതാണ്. പിന്നെ വെറുതെ ഓരോന്ന് പറയുന്നു. നീ വേണമെങ്കിൽ കുഞ്ചൂസിനോട് ചോദിച്ചു നോക്ക്. ശരിക്കും ഞങ്ങളൊരു ശബ്ദം കേട്ടു, എന്നിട്ട് ഞങ്ങൾ പേടിച്ചു പോയി. കുഞ്ചൂസിന്റെ ക്ലാസ്സിലെ ടോമി അല്ലേ വരുന്നത്? ആര്? ടോണിയോ? ടോണി അല്ലടി, ടോമി. അവന് ഭയങ്കര കുരുത്തക്കേടാ. എവിടെ അവൻ? അതാ അവിടെയുണ്ട്. അവൻ ഇങ്ങോട്ടേക്ക് തന്നെയാ വരുന്നത്. അയ്യോ അമ്മ, എനിക്ക് എന്താണ് സംഭവിച്ചത്? എടി ചിഞ്ചു, എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്ക്. അയ്യോ പിങ്കി, നിനക്ക് എന്ത് സംഭവിച്ചു? നിന്നെ അവൻ തള്ളിയിട്ടതാണോ? അതെ, അവൻ എന്നെയും തള്ളിയിട്ട് ഓടിക്കളഞ്ഞതാണ്. സാരമില്ല, നീ കരയണ്ട. നിനക്കെന്തെങ്കിലും പറ്റിയോ? അവൻ എന്തായാലും ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. സാരമില്ല, നീ കരയണ്ട. ആരും കണ്ടില്ല. ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കുഞ്ചൂസേ, നീ ഒരു കാര്യം അറിയോ? ഇന്ന് നിന്റെ ക്ലാസ്സിലത്തെ ടോമി ഇല്ലേ, അവൻ എന്റെ മുടി വലിച്ച് താഴേക്കിട്ടു. എന്തിനി? അറിയില്ല. അവനിക്ക് ഭയങ്കര കുരുത്തക്കേടാണ് ചേച്ചി. അവൻ എപ്പോഴും ഓരോരോ കുരുത്തക്കേട് കളിച്ചുകൊണ്ട് നിൽക്കും. ഞങ്ങളുടെ ക്ലാസ്സിൽ ആർക്കും അവനെ ഇഷ്ടമല്ല. ചേച്ചിക്ക് എന്നിട്ട് വേദനിച്ചോ? വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ?
കുറവല്ലേ? എന്റെ ചേച്ചി, ഈ ചേച്ചിയെ കൊണ്ട് ഞാൻ തോറ്റു. വാ, നമുക്ക് അകത്തേക്ക് പോകാം. മമ്മി വിളിക്കുന്നുണ്ടാകും. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിലെ കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിലെ കല്യാണം. ഈച്ച വിളമ്പം ഉപ്പേരി, പൂച്ച വിളമ്പം പുളിശ്ശേരി. നാക്കില നീട്ടിയിരുന്നാട്ടെ, ആന വിളമ്പും ചമ്മന്തി. അങ്ങനെയായിരുന്നു ആ സോങ്. അയ്യോ, അതെന്താണ് ഒരു ശബ്ദം കേട്ടത്? അയ്യോ, ഇന്നത്തെ ശബ്ദം തന്നെയല്ലേ കേൾക്കുന്നത്? അയ്യോ അയ്യോ അയ്യോ, അമ്മേ ഓടിവാ. ചേച്ചി, എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കറിയില്ലടാ, ഇന്നലത്തെ അതേ ശബ്ദം ഞാൻ അകത്ത് നിന്ന് കേട്ടു. അയ്യോ ചേച്ചി, ഞാനും കേട്ടു. അയ്യോ ചേച്ചി, എനിക്ക് പേടിയാവുന്നു, എന്നെ രക്ഷിക്ക്. നീ ആദ്യം എന്നെ രക്ഷിക്കടാ, എനിക്ക് പേടിയാവുന്നു. അയ്യോ ചേച്ചി, ഇനി നമ്മൾ എന്ത് ചെയ്യും? മമ്മി മമ്മി ഓടിവാ. എന്താ രണ്ടാളും ഇവിടെ ചെയ്യുന്നത്? അയ്യോ മമ്മി, ഞങ്ങളെ രക്ഷിക്ക്. എന്താ, എന്തു പറ്റി? മമ്മി, ഞങ്ങളൊരു ശബ്ദം കേട്ടു. ഇന്നലെ ഞങ്ങൾ ആ ശബ്ദം കേട്ടു. എന്ത് ശബ്ദം? അറിയില്ല മമ്മി, എന്ത് ശബ്ദമാണെന്ന്. ആരോ ഞങ്ങളെ പേടിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. വെറുതെ ഓരോന്നും ആലോചിച്ച് നിന്നുകൊള്ളും. രണ്ടും പോയി കിടക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ആ ശബ്ദം ഞാനും കേൾക്കില്ല. രാവിലെ സ്കൂൾ പോകേണ്ടതല്ലേ, വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞങ്ങൾ ഇന്ന് മമ്മിയോടൊപ്പം കിടക്കാമെന്നാൽ. വേണ്ട, അത്ര പേടി പറ്റില്ലല്ലോ. വെറുതെ ഓരോന്നും ആലോചിച്ച് നിന്നുകൊള്ളു. വേഗം പോയി കിടക്കാനാ പറഞ്ഞ നിങ്ങളോട്. കുഞ്ചൂസ്, എന്നാൽ നീ എന്റെ കൂടെ കിടക്കുമോ? ചേച്ചി എന്നാൽ എന്റെ കൂടെ കിടക്കുമോ? എന്നാ വാ, നമുക്ക് രണ്ടാക്കും ഒന്നിച്ച് കിടക്കാം. ഇങ്ങോട്ടേക്ക് വാടാ. എന്നാൽ നമുക്ക് രണ്ടാക്കും കൈപിടിച്ച് പോയി കിടക്കാമല്ലേ ചേച്ചി? ആ, ഇങ്ങോട്ട് വാ ചേച്ചി, ഇവിടെ കിടന്നോ. ആ, നീ കുറച്ച് അങ്ങോട്ട് നീങ്ങി കിടക്ക്. എന്റെ കട്ടിൽ കേടിട്ട് എന്നെ തള്ളിയിടാൻ നോക്കല്ലേ ചേച്ചി. ഇല്ലടാ കുഞ്ചൂസേ, നീ പേടിക്കണ്ട. കുഞ്ചൂസേ, എടാ കുഞ്ചൂസേ, നീ ഉറങ്ങുകയാണോ? അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി. എന്താടാ കുഞ്ചൂസേ? അയ്യോ ചേച്ചി, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു കള്ളൻ ഇവിടെ വന്ന് നിന്നിട്ട് കുഞ്ചൂസേ കുഞ്ചൂസേ എന്ന് വിളിക്കുന്നത്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പേടിപ്പിക്കരുതെന്ന്. മിണ്ടാതെ കിടന്നുറങ്ങാനാ പറഞ്ഞ നിന്നോട്. ചേച്ചി, ഇന്ന് രാത്രി എന്തായാലും നമുക്ക് നമ്മളെ പേടിപ്പിക്കുന്നവനെ കണ്ടുപിടിക്കണം. അതേടാ, നമുക്ക് എന്തായാലും ഇന്ന് കണ്ടുപിടിക്കണം. ആരോ നമ്മളെ മനഃപൂർവ്വം പേടിപ്പിക്കുന്നതാണ്. അതെ ചേച്ചി, നമ്മളുള്ള സ്ഥലത്ത് വന്നല്ലേ അവൻ നമ്മളെ പേടിപ്പിക്കുന്നത്. എന്നാലും ആരായിരിക്കും ചേച്ചി നമ്മളെ പേടിപ്പിക്കുന്നത്? അതെനിക്കറിയണമെങ്കിൽ പിന്നെ ഞാൻ നിന്നോട് ചോദിക്കണോടാ. അതെ, ഞാനെന്തൊരു മണ്ടനല്ലേ ചേച്ചി? വെറുതെയാണോ നിന്നെ എല്ലാവരും മാക്രി കുഞ്ചൂസ് എന്ന് വിളിക്കുന്നത്? കുഞ്ചൂസേ, നീയോ? നിനക്കെന്താ ഇവിടെ കാര്യം? അതെന്താ എനിക്ക് ഇവിടെ നിന്നൂടെ? നീ ഇവിടെ നിന്ന് നീ എന്തിനാ എന്നെ വിളിച്ചത്? അതെന്താ, നിന്നെ വിളിക്കാൻ പാടില്ലേ? നീ വിളിക്കോ വിളിക്കാതിരിക്കോ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തോ. വാ ചേച്ചി, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകല്ലേടാ. നിങ്ങൾ ആരെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടല്ലോ. ഞങ്ങളുടെ സംസാരം എന്തിനാ നീ ഒളിഞ്ഞു നിന്ന് കേട്ടത്? നിന്നോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളുടെ സംസാരം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതൊന്നുമല്ല. പിന്നെ? അത് ഞാൻ ഇതിലൂടെ പോകുമ്പോൾ കേട്ടതാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ തന്നെ പറ കുഞ്ചൂസേ. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, രണ്ടുപേർക്കും ഞാൻ കാണിച്ചു തരാം. ആ, കാണിക്കാൻ നീ ഇങ്ങോട്ട് വാ. അതിലും വലുത് നിനക്ക് ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നീ പോടാ മാക്രി. നിന്നെയുണ്ടല്ലോ. നീ എന്ത് ചെയ്യാനാ? നീ പോടാ മാക്രി മരമാക്രി മരമാക്രി. എടാ നിന്നെ ഞാൻ. അയ്യോ, വിട്ടുകള ചേച്ചി, അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീ പറഞ്ഞത് കൊണ്ട് ഞാൻ വിടുന്നു. വാ, നമുക്ക് പോകാം എന്നാലേ. ആ, വാ പോകാം. ചേച്ചി എന്ത് ചെയ്യുകയാ? ഞാൻ എന്റെ കുൻഫു പ്രാക്ടീസ് ചെയ്യുകയാ. നിന്റെ ക്ലാസ്സിലത്തെ ടോമി ഇനി എന്റെ മുന്നിൽ വന്നാൽ ഞാൻ അവനിക്കിട്ട് നല്ലവണ്ണം പെരുമാറും. അവൻ അറിയില്ല ഈ പിങ്കി ആരാണെന്ന്.
ചേച്ചി ചേച്ചി വെറുതെ തള്ളാതെ. ചേച്ചിക്ക് അറിയാത്തത് അവൻ ആരാണെന്ന്. അവൻ ഭയങ്കര പോക്കിരിയാ, പോക്കിരി. അവനേക്കാൾ വലിയ പോക്കിരിയാ ഞാൻ. നിനക്കറിയാൻ പാടില്ലേട്ടാ, എന്റെ ക്ലാസ്സിൽ ഞാൻ ഭയങ്കര ഒരു സംഭവമാ. ഒന്ന് പോ ചേച്ചി അവിടുന്ന്. അതേടാ, നീ വേണമെങ്കിൽ ചിഞ്ചുവിനോട് ചോദിച്ചു നോക്ക്. അയ്യോ ചേച്ചി, എന്താണ് ഒരു ശബ്ദം കേട്ടത്? അയ്യോ, കള്ളൻ വീണ്ടും വന്നോ? ചേച്ചിയല്ലേ ഭയങ്കര കുൻഫു, പിന്നെ ഇതിനെ ചേച്ചി പേടിക്കുന്നത്? ഞാൻ കുൻഫു ഒക്കെ തന്നെയാ, പക്ഷെ എനിക്ക് കള്ളനെ ഭയങ്കര പേടിയാ. വാ, നമുക്ക് ധൈര്യം സംഭരിച്ച് നോക്കാം ആരാ വന്നതെന്ന്. ഇനി ആ ടോമി വല്ലതുമായിരിക്കുമോടാ? അറിയില്ല ചേച്ചി, വാ നമുക്ക് നോക്കാം. മമ്മി. എന്താ മോളെ? മമ്മി ഇതെവിടുന്നാ വരുന്നത്? നിങ്ങൾ രണ്ടാളും എന്താ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു, ആരോ വാതില് തുറക്കുന്നത് പോലെ. ഞാൻ നമുക്ക് കഴിക്കാൻ ഫുഡ് വാങ്ങാൻ പോയതാണ്. നിങ്ങൾ രണ്ടാളെയും കൊണ്ട് ഞാൻ തോറ്റല്ലോ. വെറുതെ ഓരോന്നും ആലോചിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ആര് വരാനാ? രണ്ടും ഇങ്ങോട്ട് ബാ, വന്ന് ഫുഡ് കഴിക്കാലോ. നമ്മൾ വെറുതെ പേടിക്കുന്നല്ലേടാ കുഞ്ചൂസേ? ഞാൻ വെറുതെ ഒന്നല്ല പേടിക്കുന്നത്, വാതില് തുറന്നിട്ടിട്ടാ ഉള്ളത്. ചേച്ചിക്ക് പേടിയാവുന്നില്ലെങ്കിൽ ചേച്ചി ഇവിടെ നിന്നോ, ഞാൻ അകത്തേക്ക് പോകുന്ന, എനിക്ക് പേടിയാവുന്നുണ്ട്. അയ്യോടാ, എന്നെയും കൂട്ടടാ. അവിടെ നിന്ന് പ്രസംഗിക്കാതെ ഇങ്ങോട്ട് വാ ചേച്ചി. രണ്ടുപേര് ഫുഡ് കഴിച്ചെങ്കിൽ വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഈ സമയത്ത് ആരാ ബെല്ലടിക്കുന്നത്? ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. ഞങ്ങളും വരാം. അതെ മമ്മി, ഞങ്ങളും വരുന്നു. അല്ല, ആരൊക്കെയായി വന്നത്? നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? അതെന്താ കമല്, ഞങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഒരു മുന്നറിയിപ്പൊക്കെ നൽകണോ? അയ്യോ, അതൊന്നും വേണ്ട ചേട്ടാ, ഇത് നിങ്ങളുടെയും കൂടെ വീടല്ലേ. അമ്മാവനും അമ്മാവിയുമായിരുന്നോ വന്നത്? അതെ, നിങ്ങൾ രണ്ടാളും ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ അകത്തുണ്ടായിരുന്നു. നിങ്ങൾ എന്താ വന്ന കാലിൽ അവിടെ തന്നെ നിൽക്കുന്നത്? നിങ്ങൾ അകത്തോട്ടേക്ക് കയറി വാ. അമ്മു രാജു എന്താ ഒന്നും അനങ്ങാത്തത്? നിങ്ങൾ എത്രയായി ഇവിടെയൊക്കെ നിൽക്കാൻ വന്നിട്ട്? അതവർക്കൊക്കെ യാത്രാക്ഷീണമാ. ഒന്ന് ഫ്രഷ് ആയാൽ എല്ലാം റെഡിയാവും. എന്നാ വാ, അകത്തോട്ടേക്ക് പോകാം. ചേച്ചി, എന്താടാ ഇവന്മാർക്ക് എന്താ കണ്ണ് രോഗമാണോ? രണ്ടാളും കണ്ണട വെച്ച് നിൽക്കുന്നത്. മിണ്ടാതിരിയുടെ, അവന്മാർ കേൾക്കും. നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് പറയുന്നത്? ഹേയ്, ഒന്നുമില്ല. നിനക്കെന്താടാ വട്ടുണ്ടോ വെറുതെ നോക്കി ചിരിക്കുന്നത്? പിന്നെ നോക്കി ചിരിക്കാണ്ട്. നിന്റെ കോലം കണ്ടാൽ ആരോടാണെങ്കിലും ചിരിച്ചു പോകും. ക്ലോസറ്റ് തേച്ചെന്ന ബ്രഷ് പോലെയുണ്ട് നിന്റെ മുടി കാണാൻ. അധികം വിളച്ചില് വേണ്ട, നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. നീ ആരാണെങ്കിലും ഞങ്ങൾക്കെന്താ? ചേട്ടാ, ഇവനിക്കിനി വട്ടാണോ? എടാ രാജു, ഇവൻ പറഞ്ഞത് ശരിയാണ്. ശരിക്കും നിന്നെ കാണുമ്പോഴില്ലേ, ക്ലോസറ്റ് തേച്ചെന്ന ബ്രഷ് പോലെ തന്നെയുണ്ട്. അധികം തള്ളാൻ നിൽക്കണ്ട. നിങ്ങളുടെ പല്ല് കണ്ടാലേ ക്ലോസറ്റ് പോലെ തന്നെയുണ്ട്. നിങ്ങൾ എന്തായാലും വന്ന കാലിൽ നിൽക്കണ്ട, അകത്തോട്ടേക്ക് വാ. രണ്ടാളും ആ കണ്ണട അങ്ങ് കഴിച്ചു കള. അത് കാണുമ്പോഴേ എനിക്ക് ചിരി വരുന്നത്. വാ, എന്നാൽ നമുക്ക് അകത്തോട്ടേക്ക് പോകാം. വാ ചേട്ടാ, നമുക്ക് അകത്തോട്ടേക്ക് പോകാം. എന്നാൽ നിങ്ങൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ, ഇനി റെസ്റ്റ് എടുത്തിട്ട് നാളെ സംസാരിക്കാം. നിങ്ങൾ രണ്ടാളും ആ റൂമിൽ പോയി കിടന്നോ, കുട്ടികൾ മറ്റേ റൂമിൽ കിടന്നോട്ടെ. ആ ഓക്കെ ചേച്ചി, എന്നാൽ നമുക്ക് രാവിലെ സംസാരിക്കാം. ചേച്ചിയും പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഡാ കുഞ്ചുസേ. എന്താ അങ്കിൾ? അങ്കിൾ എന്നെ വിളിച്ചിരുന്നോ? ആ, ഞാൻ വിളിച്ചു. ആരും എഴുന്നേറ്റില്ലേ? എല്ലാവരും എവിടെ പോയി? അവരൊക്കെ എഴുന്നേറ്റ് ഫ്രഷ് ആവുന്ന. നിങ്ങൾക്ക് ഇന്ന് സ്കൂളില്ലല്ലോ? ഇല്ല, ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. എന്നാ നമുക്കൊരു ഔട്ടിങ്ങിന് പോകാല്ലേ? ശരിക്കും പോകുന്നുണ്ടോ അങ്കിൾ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? ഔട്ടിങ്ങിനൊക്കെ പോകാനല്ലേ ഞങ്ങൾ വന്നത്. നമുക്ക് കുറച്ചു ദിവസം അടിച്ചു പൊളിക്കാന്നേ. ചേച്ചി വേഗം റെഡിയാവ്, നമ്മൾ പുറത്തു പോകുന്ന. ഈ ചെറുക്കന്റെ ഒരു കാര്യം. എന്താ രണ്ടാക്കും ബീച്ചൊക്കെ ഇഷ്ടപ്പെട്ടോ? അതെന്ത് ചോദ്യം അങ്കിൾ, ബീച്ച് സൂപ്പർ അല്ലേ? അമ്മു രാജു എവിടെ? അതാ അവരവിടെ നിന്ന് കാറ്റ് കൊള്ളുന്നുണ്ട്. വാ ചേച്ചി, നമുക്കും അവരുടെ അടുത്ത് പോകാലോ. നല്ല കാറ്റുണ്ടല്ലേ അമ്മു ഇവിടെ? അതെ അതെ, നല്ല കാറ്റുണ്ട്. ചേട്ടാ, അതാ അവര് വരുന്നുണ്ട്. ദാ ബ്രഷ്, നിങ്ങൾ എന്താക്കുക ഇവിടുന്ന്? ബ്രഷോ? പിന്നല്ലാതെ
ബ്രഷ് എന്നല്ലാണ്ട് പിന്നെ ഇവരെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? എനിക്ക് ഇവരെ കാണുമ്പോൾ ചിരി വരുന്നു. അയ്യോ, നിനക്ക് ബ്രഷ് ആയിട്ടല്ലേ തോന്നുന്നത്? എന്നാ എനിക്ക് ഇവനെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഷോക്കടിച്ച മുടി. വിറ്റെന്നെ വിറ്റ്. ദാ കരിമാക്രി, കൂടുതൽ വിളച്ചൽ എടുക്കണ്ട കേട്ടോ. കരിമാക്രിയോ? നല്ല പേരായിരിക്കും. ഞാൻ ഇവനെ മരമാക്രി എന്നാ വിളിക്കല്. നീ ഇവനെ കരിമാക്രി എന്നാണോ വിളിക്കുന്നത്? ചേച്ചിയും എന്നെ കളിയാക്കുകയാണോ? സാരമില്ലടാ കരിമാക്രി, നമുക്ക് വെള്ളതൊന്ന് കളിക്കാലോ. വാ, നീ വിട്ടുകള. വാ, എന്നാൽ നമുക്ക് എല്ലാവർക്കും വെള്ളത്തൊന്ന് കളിക്കാലോ. അതിന് നമുക്ക് ഇങ്ങോട്ടാണോ പോകേണ്ടത് അല്ലെങ്കിൽ അങ്ങോട്ടാണോ? വാ, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം ഏത് ഭാഗത്താണ് നല്ല സ്ഥലമെന്ന്. ദാ ഒരു ചേട്ടൻ വരുന്നുണ്ട്, അയാളോട് ചോദിക്കാം നമുക്ക്. ചേട്ടാ, ഇതേതാ വഴി? അത് ഇതിലൂടെ പോകുന്ന വഴി തന്നെ. അതല്ല ചോദിച്ചത്, ഈ വഴി പോയാൽ എങ്ങോട്ടേക്കാ എത്തുക? അതങ്ങോട്ടേക്ക് തന്നെ എത്തും. ഇയാൾക്ക് വട്ടാണോ? അതല്ല ചേട്ടാ, ഈ വഴി എങ്ങോട്ടേക്കാ പോകുന്നത്? ആ വഴി അങ്ങോട്ടേക്ക് തന്നെ. ഇയാൾക്ക് വട്ടാണെന്നാ തോന്നുന്നത്. നമുക്ക് തന്നെ മുന്നോട്ടേക്ക് ചെന്ന് നോക്കാം. നിങ്ങൾക്ക് എങ്ങോട്ടേക്കാ പോകേണ്ടത്? ഞങ്ങൾക്ക് എങ്ങോട്ടേക്കും പോകണ്ട, നിങ്ങളൊന്ന് ഇവിടുന്ന് മാറി തന്നാ മതി. വാടാ, നമുക്ക് പോകാം. രക്ഷപ്പെട്ടൂലേ? അയാൾക്ക് ശരിക്കും വട്ടാണെന്നാ തോന്നുന്നത്. അതെ അതെ. എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ ഇത്. നമുക്ക് കളിക്കാലോ. എന്ത് കളിയാ നമ്മൾ കളിക്കുക? നമുക്ക് ചോദ്യം ചോദിച്ച് കളിച്ചാലോ? അത് നല്ല രസമുണ്ടാകും. ആരാദ്യം ചോദിക്കും? ഞാൻ ചോദിക്കാം. ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പമേതാണ്? അതേതപ്പമാണ്? തോറ്റോ നിങ്ങളെ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ തോറ്റു, എനിക്കറിയില്ല. കുഴലപ്പമാണ്, കുഴലപ്പം. ഇതെന്ത് ചോദ്യടാ നീ ചോദിക്കുന്നത്? എന്നാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ആദ്യം തുരങ്കമുണ്ടാക്കിയത് ആര്? അത് പണ്ട് കാലത്തെ കൽപ്പണിക്കാരായിരിക്കും. അല്ലടാ മണ്ട, അത് പെരുച്ചാഴിയാ, പെരുച്ചാഴി. ശരിക്കും വട്ട് നിനക്കാ. മതി കളിച്ചത്, വാ നമുക്ക് പോകാം. എനിക്ക് വട്ടേ ഉള്ളൂ, പക്ഷെ നിങ്ങളെല്ലാം മണ്ടന്മാരാണ്, മണ്ടന്മാർ. നിങ്ങളെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് എന്തെന്നാണ് തോന്നുന്നത്? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത്. മതി കളിച്ചത്, എന്താണ്ട് വാ ഇങ്ങോട്ട്, നമുക്ക് പോകാം. നിക്ക് പിങ്കി, നമുക്ക് ഇവനോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഇവൻ ഉത്തരം അറിയാമെന്ന് നോക്കാലോ. ചോദിച്ചോ, നിങ്ങൾ ചോദിച്ചോ. എന്നാൽ നീ പറ, പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി ഏതാണ്? അതെനിക്കറിയാം, കൺമഷിയല്ലേ, കൺമഷി. തോന്നുന്നത്. അതെ അതെ. എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ ഇത്. നമുക്ക് കളിക്കാലോ. എന്ത് കളിയാ നമ്മൾ കളിക്കുക? നമുക്ക് ചോദ്യം ചോദിച്ച് കളിച്ചാലോ? അത് നല്ല രസമുണ്ടാകും. ആരാദ്യം ചോദിക്കും? ഞാൻ ചോദിക്കാം. ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പമേതാണ്? അതേതപ്പമാണ്? തോറ്റോ നിങ്ങളെ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ തോറ്റു, എനിക്കറിയില്ല. കുഴലപ്പമാണ്, കുഴലപ്പം. ഇതെന്ത് ചോദ്യടാ നീ ചോദിക്കുന്നത്? എന്നാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ആദ്യം തുരങ്കമുണ്ടാക്കിയത് ആര്? അത് പണ്ട് കാലത്തെ കൽപ്പണിക്കാരായിരിക്കും. അല്ലടാ മണ്ട, അത് പെരുച്ചാഴിയാ, പെരുച്ചാഴി. ശരിക്കും വട്ട് നിനക്കാ. മതി കളിച്ചത്, വാ നമുക്ക് പോകാം. എനിക്ക് വട്ടേ ഉള്ളൂ, പക്ഷെ നിങ്ങളെല്ലാം മണ്ടന്മാരാണ്, മണ്ടന്മാർ. നിങ്ങളെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് എന്തെന്നാണ് തോന്നുന്നത്? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത്. മതി കളിച്ചത്, എന്താണ്ട് വാ ഇങ്ങോട്ട്, നമുക്ക് പോകാം. നിക്ക് പിങ്കി, നമുക്ക് ഇവനോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഇവൻ ഉത്തരം അറിയാമെന്ന് നോക്കാലോ. ചോദിച്ചോ, നിങ്ങൾ ചോദിച്ചോ. എന്നാൽ നീ പറ, പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി ഏതാണ്? അതെനിക്കറിയാം, കൺമഷിയല്ലേ, കൺമഷി. വെറുതെ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് തോൽക്കാൻ നിൽക്കണ്ട. വാ പോരി. ഇന്ന് ബീച്ചിൽ പോയിട്ട് നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു. അയ്യോ,
എന്ത് ശബ്ദമാത്? അറിയില്ല. 2 ദിവസമായി ഈ ശബ്ദം കൊണ്ട് ഞങ്ങൾ പേടിക്കുന്നു. പേടിക്കാനോ? എന്തിന്? എന്നെയും കുഞ്ചൂസിനെയും പേടിപ്പിക്കാൻ ഇവിടെ എപ്പോഴും രാത്രി ആരോ വരുന്നുണ്ട്. ആര് വരാൻ? ഡി പിങ്കി, ആരാ ഇവിടെ വരാനുള്ളത്? അറിയില്ല ആരാ വരുന്നതെന്ന്. ഞങ്ങൾക്ക് ഭയങ്കര പേടി വന്നിട്ട്. ഇത് ചിലപ്പോൾ നമ്മളെ കുഞ്ചൂസ് പറ്റിക്കുന്നതായിരിക്കും. അവൻ എവിടെ? പറഞ്ഞ പോലെ അവൻ എവിടെ? കുഞ്ചൂസേ, ദാ കുഞ്ചൂസേ, നീ എവിടെ? ദാ കുഞ്ചൂസേ, നീയാണോ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? കുഞ്ചിയമ്മ ഈ കഞ്ചു മക്കളാണ്, അഞ്ചാമൻ പഞ്ചാര കുഞ്ചുവാണ്, പഞ്ചാര വിറ്റ് നടന്ന കുഞ്ചു. നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത്? എന്ത് പറ്റി ചേച്ചി? ദാ, അപ്പൊ നീ ശബ്ദമൊന്നും കേട്ടില്ലേ? ഇന്നലത്തെ അതേ ശബ്ദം ഇന്നും ഞങ്ങൾ കേട്ടു. ചേച്ചി വെറുതെ അത് ആലോചിച്ച് നിന്നിട്ടാ. ഞാൻ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അയ്യോ, ചേച്ചി വെറുതെ പറഞ്ഞതല്ല, അതാ ശബ്ദം കേൾക്കുന്നു. അതെവിടുന്ന് ആ ശബ്ദം വരുന്നത്? അറിയില്ല. വാ നമുക്ക് ചെന്ന് നോക്കിയാലോ? എനിക്ക് പേടിയാടാ. അയ്യോ, എനിക്ക് പേടിയാ. വെറുതെ നിന്ന് കരയില്ലേ? നമുക്ക് ചെന്ന് നോക്കാം. അതെ, നമ്മൾ 4 ആളില്ലേ? നമുക്കൊന്ന് ചെന്ന് നോക്കാം. എന്നാൽ മുന്നിൽ നീ നടക്ക്. ഞാനോ? ചേച്ചിയല്ലേ മൂത്തത്? ചേച്ചി നടക്ക് മുന്നിൽ. ഞാനോ? എനിക്ക് പേടിയാണ്, ഞാൻ നടക്കില്ല. ദാ ബ്രഷേ, നീ നടക്കെന്നാൽ മുന്നിൽ. ഞാനില്ല, ഞാനിവിടുത്തെ അതിഥിയല്ലേ. നിങ്ങളല്ലേ വീട്ടുകാർ, നിങ്ങൾ തന്നെ നടക്ക്. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടക്കാം. വാ എന്നാൽ. വാ, ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് ചെന്ന് നോക്കാം. അതെ, നീ പോയി വാതിൽ തുറക്ക്. ആര്? ആരെങ്കിലും പോയി വാതിൽ തുറക്ക്. നമുക്ക് മെല്ലെ നോക്കാം. അയ്യോ, ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, നമുക്ക് ചുറ്റും ഒന്ന് നോക്കാം. അതെ, ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ദിവസം എന്ത് ശബ്ദമാ കേൾക്കുന്നത്? അറിയില്ല. നമുക്കൊന്ന് അപ്പുറം ചെന്ന് നോക്കിയാലോ, മുറ്റത്ത്? വാ എന്നാൽ നമുക്കൊന്ന് ചെന്ന് നോക്കാം. അയ്യോ, എന്നെയും കൂട്ടി. ചേച്ചി, അവിടെ ഒരു നിഴൽ കാണുന്നുണ്ടല്ലോ. അയ്യോ, നിഴലോ? ആരുടെ നിഴല്? നിങ്ങൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കാതെ നമുക്ക് നോക്കാം ആരുടെ നിഴലാണെന്ന്. മെല്ലെ ചെന്ന് നോക്ക് ആരാണെന്ന്. വാ, നമുക്ക് നോക്കാം. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. അയ്യോ ഭൂതം! അയ്യോ ഭൂതമോ, എവിടെ? അയ്യോ, അവിടെ ആരോ ഇരിക്കുന്നുണ്ട്. ആരി! അയ്യോ, അവിടെ ആരോ ഇരിക്കുന്നുണ്ട്. എവിടെ? അതാ അവിടെ. ആരാ അത്? നീ ചെന്ന് നോക്ക് ആരാതെന്ന്. ഞാനോ? ആ, നീ തന്നെ. എന്താ, നിനക്ക് പേടിയാണോ? എനിക്കൊരു പേടിയുമില്ല, എനിക്ക് ഭയങ്കര ധൈര്യ. ഞാൻ ചെന്ന് നോക്കാം. ദാ കുഞ്ചു, നീ തന്നെയാണോ പറയുന്നത്? അതെ, ഞാൻ തന്നെയാ. നിങ്ങൾക്ക് എപ്പോഴും എന്നെ കളിയാക്കലല്ലേ, എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ കാണിച്ചു തരാം എന്റെ ധൈര്യം. വേണ്ടടാ കുഞ്ചൂസേ. ദാ കുഞ്ചൂസേ, പോകണ്ട. ഞാൻ പോകും. ദാ കുഞ്ചൂസേ, നിന്നോടാ പറഞ്ഞത് പോകണ്ടെന്ന്. അയ്യോ, ഇവനെ എന്ത് ഭാവിച്ചിട്ടായി പോകുന്നത്? അയ്യോ പ്രേതോ! അയ്യോ, എന്റെ തല! നിനക്ക് എന്ത് പറ്റിയടി? കുന്തം നോക്കി നിൽക്കാതെ പിടിച്ച് എഴുന്നേൽപ്പിക്കട എന്നെ. വാ ഇങ്ങോട്ട്. നീ അവിടെ എന്തെന്നാ കണ്ടത്? അത് അത് അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലേ? അതെന്താ ഓർമ്മയില്ലാത്തത്? അതെനിക്ക് ഓർമ്മയില്ലേ തന്നെ. നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? എടാ, ശരിക്കും നീ എന്താ അവിടെ കണ്ടത്? നിങ്ങൾ തന്നെ ചെന്ന് നോക്ക് എന്താ കണ്ടതെന്ന്. ഇനി ഇവന് വല്ല ബാധയും കയറിയോ? ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദാ കുഞ്ചുമോനെ, ചേച്ചിയുടെ കുഞ്ചുമോനല്ലേ? ഒന്ന് പറയടാ, അവിടെ എന്താ ഉള്ളതെന്ന്. ചേച്ചി, അവിടെ ഇല്ലേ ഞാനൊരു കറുത്ത എന്തോ ഒരു സാധനം കണ്ടു. കറുത്ത സാധനമോ? എന്ത് സാധനം? അറിയില്ല ചേച്ചി, അത് അവിടെ തന്നെ ഉണ്ട്. അതാ ചേച്ചി, ആ സാധനമാ ഞാൻ കണ്ടത്. ഏത്
എടാ മണ്ടന്മാരെ, അത് ഭൂതവും പ്രേതവും ഒന്നുമല്ല, അത് വാഴച്ചെടിയുടെ ഇലയാണ്. നീ വാഴച്ചെടിയുടെ ഇലയോ? അത് കാണുമ്പോ മനസ്സിലാവുന്നില്ലേ? അത് ഇരട്ടത്തെ വാഴയുടെ കോലം അങ്ങനെയാണ്. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുന്നു. വാ നമുക്ക് പോകാം. ചേച്ചി, അത് വാഴച്ചെടിയുടെ ഇലയാണെങ്കിൽ പിന്നെ നമ്മൾ ദിവസവും കേൾക്കുന്ന സൗണ്ട് എന്താണ്? ശരിയാണല്ലോ, അത് എന്ത് ശബ്ദമാണെന്ന് ഇതുവരെ മനസ്സിലായില്ലല്ലോ. എന്ത് ശബ്ദമാവാൻ? നിങ്ങൾക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. അല്ലടി, ഞങ്ങൾ ദിവസവും ഓരോരോ ശബ്ദം കേൾക്കാറുണ്ട്. എന്തെങ്കിലും ആവട്ടെ, വാ നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട. നിങ്ങളെല്ലാം കിടന്നോ? ആ, പിന്നെ കിടക്കാണ്ട്? സമയം എത്രയായില്ലേ? ആ, എന്നാ ശരി, നമുക്ക് നാളെ പാർക്കിൽ പോകേണ്ടതല്ലേ? അയ്യോ, അതെന്താ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നത്? ആ, ഞാനും കേട്ടു ആ ശബ്ദം. അയ്യോ, ഞാനും കേട്ടല്ലോ ആ ശബ്ദം. അത് ഇവിടുന്ന് ആ ശബ്ദം പോയത്. നടക്കുന്നേ, വെറുതെ ഇവിടുന്ന് ശബ്ദമുണ്ടാക്കാതെ ഓടാ കുഞ്ചൂസേ ബാത്റൂമിലേക്ക്. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇവനെയും കൊണ്ട് ഫുള്ള് ബിറ്റാണല്ലോ. അതെ അതെ. മക്കളെ, ഇന്നെന്താ നിങ്ങളുടെ പരിപാടി? എന്ത് പരിപാടി? വെറുതെ അവിടെ ഇടയൊക്കെ നടന്ന് കളിക്കണം. അവരെവിടെ? അവരകത്തുണ്ട്. ഞങ്ങളൊന്ന് വെറുതെ പുറത്തു പോകാൻ നോക്കുന്ന. സൂക്ഷിച്ചു പോണേ മക്കളെ. ആ അങ്കിൾ, ഞങ്ങൾ സൂക്ഷിച്ചു പോകും. ചേച്ചി, ചേച്ചിക്ക് അങ്കിളിനെയും ആന്റിയെയും കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത് തോന്നാൻ? എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാലേ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്? അവരെ കാണുമ്പോൾ 10 എഴുതിയതുപോലെ ഇല്ലേ? 10 എഴുതിയതോ? അതെന്താ? അതെ, നീണ്ട അങ്കിളും വട്ടത്തിലുള്ള ആന്റിയും രണ്ടുപേരും ഒരുമിച്ച് നിന്നാലേ 10 എഴുതിയതുപോലെ തന്നെയുണ്ട്. മിണ്ടാതിരിയടാ മണ്ട, അവര് കേൾക്കും. അയ്യോ, പേടിച്ചു പോയി. നീ ഭയങ്കര ധൈര്യശാലിയല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? പിന്നെ പേടിപ്പിച്ചാൽ പേടിക്കില്ലേ? വാ നമുക്ക് പോകാം എന്നാലേ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ മുന്നോട്ടല്ലേ പോകുന്നത്? അതല്ല ചോദിച്ചത്. പിന്നെ പിന്നെ എന്താ ചോദിച്ചത്? നമ്മൾ എവിടേക്കാ പോകുന്നത് എന്നാണ്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എവിടേക്കെങ്കിലും പോകാം. വാ. ആരാ വരുന്നത്? കണ്ടിട്ടൊരു മദാമയെ പോലെയുണ്ട്. ഹലോ ബേബീസ്. അവര് സംസാരിക്കുന്നത്? അതെ, നമ്മളോട് തന്നെയാ. ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാമോ? ആ, എനിക്കറിയാം. നിനക്കോ? അതെ, എനിക്ക് തന്നെ. എന്നാൽ നീ ചോദിക്ക് അവരോട് എന്താ വേണ്ടതെന്ന്. ഹായ് ആന്റി, എന്തു വേണം? ഹലോ ബേബീസ്. യു നോ വേർ ഈസ് ദ കോഫി ഷോപ്പ്? എടാ മാക്രി, എന്താണ് അവര് ചോദിക്കുന്നത്? ആന്റി, ഐ മലയാളം, യു ഇംഗ്ലീഷ്. വാട്ട് യു വാണ്ട്? വാട്ട്? ഇനി അവര് നമുക്ക് വട്ടുണ്ടോ എന്നാണോ ചോദിക്കുന്നത്? അല്ലടാ മണ്ട. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ബേബീസ്, നിങ്ങൾ മലയാളികളാണോ? മദാമ മലയാളം സംസാരിക്കുന്നു. അതല്ലടാ, മദാമക്കും ഇംഗ്ലീഷ് അറിയില്ല എന്നാ തോന്നുന്നത്. ആന്റി, നിങ്ങൾക്ക് ഞങ്ങളെപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല അല്ലേ? Stupid children. What you say? ദാ, നമുക്ക് വട്ടാണെന്ന് തന്നെ അവര് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. ഹോ, എന്ത് സ്ത്രീയാലേ അവര്? അവരെന്തോന്നാ സംസാരിച്ചത്? അവർ ഇംഗ്ലീഷല്ലേ സംസാരിച്ചത്? എന്റെ കുഞ്ഞുമോനെ, ഇങ്ങൊന്നും മിണ്ടാണ്ട് നിക്കടാ. അതെന്താ, ഞാൻ മിണ്ടാണ്ട് നിന്നാൽ അവർ സംസാരിച്ചത് ഇംഗ്ലീഷ് എല്ലാം ഉണ്ടാവുമോ? ഇംഗ്ലീഷിനെ പറ്റി നീ മിണ്ടറ്. അവന്റെ ഒരു ഇംഗ്ലീഷ്. അതെ അതെ, വലിയ ഇംഗ്ലീഷുകാരനാണ് പോലും, ഇംഗ്ലീഷുകാരൻ. എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തത് എന്റെ കുഴപ്പമാണോ? ഡാ മാക്രി, നിനക്ക് ABCD തന്നെ ഫുൾ അറിയാമോ? നിങ്ങളടാ പറഞ്ഞൊന്നും മിണ്ടാണ്ട് നിൽക്കാൻ. എനിക്ക് ABCD അറിയാം, BBCD അറിയാം. മതി, ഇവനോട് സംസാരിച്ചിട്ടൊരു കാര്യവുമില്ല. നമുക്ക് പോകാം. Are you okay? No, I am Kunjus.
എന്നോടാ കളിക്കുന്നത്, എന്നോട്. എനിക്ക് പോവണ്ടമ്മേ, എനിക്ക് പോവണ്ട. പഠിക്കാൻ എനിക്ക് പോവണ്ടമ്മേ, പഠിക്കാൻ എനിക്ക് പോവണ്ട. നിങ്ങളിത് കേട്ട മനുഷ്യ, ഇവക്ക് പഠിക്കാൻ പോവണ്ടെന്ന്. അതെന്താ മോളെ പോവണ്ടാത്തെ? നീ ഇങ്ങനെ മടി പിടിച്ചാലോടി. എനിക്ക് പോവണ്ട അച്ഛാ, എനിക്ക് പോവണ്ട. എനിക്ക് പഠിക്കാൻ പോവണ്ട. നിങ്ങൾ ഇങ്ങനെ പുന്നാരിക്കാതെ അവക്കിട്ട് 2 തല്ല് കൊടുക്ക്, അപ്പൊ അവള് താനേ പൊക്കോളൂ. എന്റെ മോളെ, നിനക്കൊക്കെ എന്തിന്റെ കുറവാ? ഞാനൊക്കെ എങ്ങനെയാ പഠിക്കാൻ പോയതെന്ന് അറിയാമോ? പൊരി വെയിലത്ത് ചെരുപ്പുമില്ല, കൊടയുമില്ല. എന്നിട്ട് നടന്ന് 2 പാടം താണ്ടണം, എന്നിട്ട് ഒരു വലിയ കുന്നിറങ്ങണം, എന്നിട്ട് കുറേ നടക്കണം, എന്നിട്ട് ഒരു 6 നീന്തി കടക്കണം, എന്നിട്ടൊരു വലിയ കാടാണ്. നിർത്ത്, നിങ്ങൾ ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്? നിങ്ങളോട് തല്ലാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് തള്ളാനല്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിന്റെ ചേച്ചിക്ക് പെരാൻ തിളകിയിട്ടുള്ളത്, അവൾക്ക് സ്കൂളിൽ പോകണ്ട പോലും. നല്ല തല്ല് കൊള്ളാഞ്ഞിട്ടാ. അത് തന്നെയാ മമ്മി എനിക്കും പറയാനുള്ളത്. എനിക്ക് പോകണ്ട സ്കൂളിൽ. അതെന്താ? നിനക്കും ഇവളെ പോലെ മടി പിടിച്ചോ? അതല്ല അച്ഛാ, ഞാൻ സ്കൂളിൽ പോയിട്ട് ടീച്ചർ പഠിപ്പിക്കുന്നതൊന്നും ശരിയല്ല. ഒരു ദിവസം ടീച്ചർ വന്നിട്ട് പറയും 4 3 7 ആണെന്ന്. ഒരു ദിവസം ടീച്ചർ വന്നിട്ട് പറയും 10ൽ നിന്ന് 3 പോയാൽ 7 എന്ന്. ഒരു ദിവസം ടീച്ചർ വന്നിട്ട് പറയും 8ൽ നിന്ന് 1 പോയാലാണ് 7 എന്ന്. ടീച്ചർക്ക് തന്നെ അറിയില്ല ഏതാ ശരിയെന്ന്. പിന്നെ എന്തിനാ ഞങ്ങൾ പോകുന്നത്? രഘുവേട്ടാ, ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. രാജു അമ്മു ഇല്ല ഇവിടെ, അവരെ കൂടെ കളിക്കണ്ടിട്ട് ഇവരെടുക്കുന്ന അടവാ ഇത്. സാരമില്ലടി കമലേ, അത് അവരുള്ളത് കൊണ്ടല്ലേ, രണ്ടിനും കൂടെ കളിക്കേണ്ട കൊതി കൊണ്ടല്ലേ. അവര് കളിക്കട്ടെ. അച്ഛന് പറ്റിയ മക്കളും മക്കൾക്ക് പറ്റിയ അച്ഛനും. ശരി നടക്കട്ടെ. മക്കളെ, നിങ്ങൾ അമ്മ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. എന്ന് വെച്ചിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ ചെയ്യണം. ശരി അച്ഛാ, ഞങ്ങൾ പഠിക്കും. അവരെവിടെ? രാജു അമ്മു? അവരകത്തുണ്ട്. എന്നാ ശരി, രണ്ടാളും സ്കൂൾ പോവാൻ നോക്ക്. വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ബാക്കി കളി. ഓക്കേ അച്ഛാ. എന്താ മൂന്നാളും കൂടെ ലോക തള്ളുകയാണോ? തള്ളോ? ഞങ്ങൾ തള്ളുന്നൊന്നല്ല. ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഓരോ കാര്യം പറഞ്ഞിരിക്കുക. എന്ത് കാര്യം? അവനവന്റെ സ്കൂളിലത്തെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാ. ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോയപ്പോ നിങ്ങൾക്ക് ബോറടിച്ചോ? ആ, ചെറുതായിട്ട് ബോറടിച്ചു. എനിക്ക് ബോറടിക്കുമ്പോഴും സങ്കടം വരുമ്പോഴൊക്കെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയാ ചെയ്യാറ്. എന്തിന്? അത് കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ അതവരുടെ സാറേന്നുള്ള വിളിയൊന്ന് കേട്ടാൽ മനസ്സ് ശാന്തമാകും. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, ലോക തള്ളെന്ന്. ചേച്ചിയുടെ ഒരു കാര്യം. അയ്യോ, അതെന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? ആ ശബ്ദമായി ഇവിടുന്ന് എപ്പോഴും കേൾക്കാറുള്ളത്. ഇന്ന് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം ആ ശബ്ദം എന്താണെന്ന്. ഞാനില്ല കണ്ടുപിടിക്കാൻ. വല്ല പ്രേതമോ ഭൂതമോ ആയിരിക്കും. പേടിക്കാതെ മുന്നോട്ട് നടക്കടാ. മമ്മിയും പപ്പയും മംഗളും ഒക്കെ ഇല്ലേ അപ്പുറത്ത്. ഇനി എന്തിനാ നമ്മൾ പേടിക്കുന്നത്? വാ, നമുക്ക് ചെന്ന് നോക്കാം. അയ്യോ മമ്മി. എന്ത് പറ്റി? അയ്യോ മമ്മി, ആ ശബ്ദം പിന്നെയും കേട്ടു. എന്ത് ശബ്ദത്തിന്റെ കാര്യമാണ് നിങ്ങൾ ദിവസവും പറയുന്നത്? 2 ദിവസമായല്ലോ നിങ്ങൾ ഈ ശബ്ദത്തിന്റെ കാര്യം പറയുന്നു. അതെ, 2 ദിവസമായി ഞങ്ങൾ ഒരു ചില്ല് പൊട്ടുന്നത് പോലത്തെ ശബ്ദം കേൾക്കുന്നു. ഇനി വല്ല കള്ളനും വന്ന് ജനലിൽ എറിയുന്നതാണോ? മണ്ടന്മാർ, ആ ശബ്ദത്തിനാണോ നിങ്ങൾ ഇങ്ങനെ പേടിച്ചോടുന്നത്? അതെ, അതെന്താ മമ്മിക്ക് പേടിയാവുന്നില്ലേ? ഞാനെന്തിനു പേടിക്കണം? ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇല്ല, എന്ത് ശബ്ദമാത്? അതെ, 2 ദിവസമായി ഞാൻ പാത്രം കഴുകി വെക്കുമ്പോൾ എന്റെ 4 പ്ലേറ്റാ പൊട്ടിയത്. പ്ലേറ്റോ? അതെ, പ്ലേറ്റ്. അയ്യേ, അതിനാണോ ഞങ്ങൾ ഇങ്ങനെ പേടിച്ചത്? അതെ, നമ്മൾ വെറും മണ്ടന്മാരല്ലേ ചേച്ചി? മണ്ടൻ നമ്മളല്ല, നീ തന്നെയാ മണ്ടൻ. ആന്റി, ശരിക്കും ആന്റി പറയുന്നത് ശരി തന്നെയാണോ? പ്ലേറ്റ് പൊട്ടുന്ന ശബ്ദം തന്നെയാണോ നമ്മൾ കേട്ടത്? അതെ മക്കളെ, വിശ്വാസമില്ലെങ്കിൽ നോക്ക്, ദാ പ്ലേറ്റ് നിലത്ത് പൊട്ടിക്കിടക്കുന്നു. അതെ, ആകെ ശശിയായി. ഞങ്ങൾ ശശിയായതേ മമ്മി ആരോടും പറയണ്ട. അത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. എന്നാ വാ, നമുക്ക് പോയി കിടക്കാം. പോട്ടെ മമ്മി, ഗുഡ് നൈറ്റ്. വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കളിക്കാൻ പോകാല്ലേ? അതെ, വേഗം കഴിച്ച് നമുക്ക് വേഗം പോകാലോ.
വരുന്നുണ്ടല്ലോ. കമല, നീ ഇവിടെ ഇല്ലേ? പുറത്താരോ വന്നിട്ടുണ്ടല്ലോ, ആരാ അത്? ആരാ ഇത്? ഹായ് മക്കളെ. മമ്മി, ദാ ആരോ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഇല്ല 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 ഇല്ല. നിങ്ങളെന്താ ഇങ്ങനെ? അതെ, നിങ്ങൾ ഇങ്ങനെയാ? ഇങ്ങനെയാ. നിങ്ങളുടെ മമ്മി ഇല്ലേ ഇവിടെ? മമ്മി അകത്തുണ്ട്. ഞാനെന്നാ മമ്മിയെ കണ്ടിട്ട് വരാം. ആരായിരിക്കും വന്നത്? ആരോ അത്. കണ്ടിട്ടൊരു പരിഷ്കാരിയെ പോലെയുണ്ട്. ഇനി മമ്മി എപ്പോഴും പറയാറുള്ള മമ്മിയുടെ ഫ്രണ്ടാണോ അത്? ഏത് ഫ്രണ്ട്? മമ്മി എപ്പോഴും മമ്മിയുടെ ഒരു ഫ്രണ്ടിനെ പറ്റി പറയാറില്ലേ? ഏത്? ലൂസി ആന്റിയോ? അത് തന്നെ, ലൂസി ആന്റി. എനിക്ക് തോന്നുന്നത് അവരാണെന്നാണ്. മക്കളെ, നിങ്ങൾക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് ഞാൻ എപ്പോഴും പറയാനുള്ള എന്റെ ഫ്രണ്ട് ലൂസി. ഞങ്ങൾ ഊഹിച്ചു. നിങ്ങൾ എന്നാൽ ആന്റിയോട് സംസാരിച്ച് നിൽക്ക്. ഞാൻ ആന്റിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഇത് നിങ്ങളുടെ അങ്കിളിന്റെ മക്കളല്ലേ? അതെ ആന്റി. എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, ഞാൻ ഫോൺ എടുത്തിട്ട് വേഗം വരാം. ആന്റി ഭയങ്കര പരിഷ്കാരി തന്നെ. എന്താ സംസാരം? അതെ അതെ. പിന്നെ എന്തുണ്ട് മക്കളെ വിശേഷം? നല്ല വിശേഷം ആന്റി. നിങ്ങൾ എന്താ മക്കളെ കഴിക്കുന്നത്? പിട്ടാണോ? പിട്ട്? പുട്ടോ? അതെന്ത് സാധന? ഇനി ആന്റി പുട്ടിനെയാണോ പുട്ട് എന്ന് പറഞ്ഞത്? അതെ, ഞാൻ എങ്ങനെയാ പറയാറ്. പുട്ട് എന്നൊന്നും ഞാൻ പരിഷ്കരിച്ച് പറയാറില്ല. ഞങ്ങളുടെ നാട്ടിൽ പുട്ടിന് പിട്ട് എന്നാ പറയാറ്. അതാ മോനെ നിന്റെ പ്ലേറ്റ് കൂട്ടൊരു ഇറുമ്പ് പോന്ന്. ഇറുമ്പോ? അയ്യോ ആന്റി, ഇറുമ്പല്ല, ഉറുമ്പ് ഉറുമ്പ്. ഇതെന്ത് പരിഷ്കാരിയാ? നിങ്ങൾ എന്നെ കളിയാക്കിയതല്ലേ? വേഗം പോയി വീട് കയറ്റി വാ, നമുക്ക് കുറച്ച് വർത്താനം പറഞ്ഞിരിക്കാലോ. അയ്യേ, ഇതെന്ത് പരിഷ്കാരിയാണ്? പരിഷ്കാരിയാണ് പോലും പരിഷ്കാരി. അതെ അതെ, മര്യാദയ്ക്ക് മലയാളം തന്നെ പറയാൻ അറിയില്ല. എന്റെ മോ, എന്ത് പെണ്ണുങ്ങളല്ലേ അത്? അതെ അതെ, എന്ത് ഭാഷ ആന്റിയാ പറയുന്നത്? ലൂസി ആന്റിയാണ് പോലെ, ലൂസി ആന്റി. അവരുടെ പേരിന് പറ്റിയത് ലൂസുള്ള ആന്റി എന്നാ, ലൂസി ആന്റി എന്നല്ല. എന്താ ശരിയല്ലേ? തലക്ക് ലൂസുള്ള ആൾക്കാർ പറയുന്ന പോലത്തെ വർത്താനമല്ലേ അവരുടെ? നിങ്ങളുടെ മമ്മിക്ക് എവിടുന്ന് കിട്ടിയ ഫ്രണ്ടിന്? അത് മമ്മിയുടെ പഴയ ഒരു ഫ്രണ്ടാ. അതാ ലൂസി ആന്റിയുടെ ഇങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾ എന്താക്കുന്ന കുട്ടികളെ ഇടുന്ന്? ഇതെന്തു ഭാഷ? ആന്തേനോളി, ഞാൻ ചോദിച്ചു നിങ്ങൾ കേൾക്കുന്നില്ല? ആന്റി, ഞങ്ങൾ ഇവിടെ കളിക്കാൻ വന്നതാണ്. അതിനതങ്ങ് പറഞ്ഞാ പോരേനാ? ആന്റി, ആന്റി ശരിക്കും എവിടെയാ? ഞാൻ കുറച്ച് ദൂരെയാ. അപ്പൊ ആന്റിക്ക് മമ്മിയുമായിട്ട് എങ്ങനെയാ പരിചയം? അത് ഞാൻ ഒരുമിച്ച് പഠിച്ചതാ. സ്കൂളിലെ ഒരുമിച്ച് പഠിച്ചതിന് ഞാനും ഓളും. അന്നേരം മുതലേ ഓളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിങ്ങൾ എല്ലാരും ഇവിടെ ചപ്പിന്റെ അടുത്ത് കൂടി നിൽക്കണ്ട. എന്തെങ്കിലും ഇരിയുന്നുണ്ടെങ്കിൽ കാണൂല. അയ്യേ, ഇതെന്ത് ഭാഷ? എന്തോ കടിക്കുന്നേ. ആന്നാളീ കടിക്കുന്നേ. അയ്യോ, എന്നെയും കടിക്കുന്നു. നിങ്ങൾ എല്ലാരും ചപ്പിന്റെ അടുത്ത് ഇങ്ങോട്ട് നീങ്ങി നിക്ക്. വല്ല ഇറുമ്പുമായിരിക്കും കടിക്കുന്നത്. അയ്യേ, വീണ്ടും ഇറുമ്പ് വന്ന്. ആന്റി, ഇറുമ്പല്ല, ഉറുമ്പ്. ഉറുമ്പ് എന്നാ പറയാ. അത് സാരയില്ല കുട്ടികളെ, നിങ്ങൾ അങ്ങ് ക്ഷമിച്ചാളാ. എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോവാ. ഇനി ഞാൻ ശ്രദ്ധിച്ച് പറയാ. ഇനി ഞാൻ ഇറുമ്പ് എന്നൊന്നും പറയൂല, മീറുന്നേ പറയൂ. അയ്യോ, മീറോ? അതെന്താ? അതൊന്ന് അറിഞ്ഞൂടാ? നിങ്ങൾ എന്ത് കുട്ടികളാ? അത് ഇറുമ്പിന്റെ വേറൊരു പേരാ, മീറുന്ന്. അയ്യോ ആന്റി, നിങ്ങൾ ഉറുമ്പ് മീറെന്ന് ഒന്നും പറയണ്ട. ഇറുമ്പ് തന്നെ പറഞ്ഞു, ഇറുമ്പ്. ആന്റി, ആന്റിയോട് ഒരു കാര്യം ചോദിച്ചാൽ ആന്റിക്ക് വിഷമം തോന്നോ? ഇല്ലടാ, ഇനി പറഞ്ഞോ. ആന്റി, ആന്റിയുടെ ഭാഷ വളരെ മോശമാണ്. അതെ അതെ, ആന്റിയുടെ കൂടത്തിന് പറ്റിയ ഭാഷയേ അല്ല. നിങ്ങൾ വീണ്ടും എന്നെ കളിയാക്കുകയല്ലേ? എനിക്ക് വല്ലാണ്ടും വിഷമമാവുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുന്ന. പാപം ആന്റി, ആന്റി അത് അവിടെ നിൽക്കുന്നു. ലൂസി ആന്റി. എന്തേനും കുട്ടികളെ? ആന്റിക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ആന്റിക്ക് വിഷമമായോ? സാരയില്ല കുട്ടികളെ, ഞാനത് ക്ഷമിച്ച്. ക്ഷമിച്ചോ? എന്നാ കുഴപ്പമില്ല.
എന്നാ നിങ്ങൾ ബെയിൽ കൊള്ളണ്ട കുട്ടികളെ മുറ്റത്ത് നിന്നിട്ട് ചോലയെ തിങ്ങോട്ട് നിക്ക്. ഇതെന്ത് ഭാഷയാ പിന്നെ നിങ്ങൾ പറയുന്നേ? ഞാനെന്തിനാ ഇവിടെ വന്നേ നീർന്നിക്ക നിങ്ങക്ക്? ഇല്ല, മമ്മിയെ കാണാൻ വന്നതല്ലേ? മമ്മിയെ കാണാൻ തന്നെ വന്നതാ. പക്ഷെങ്കില് വേറൊരാളും കൂടെ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ച സൂസന്. ഞങ്ങൾ മൂന്നാളും കൂടെ കുറേ ആയി കണ്ടുമുട്ടിയിട്ട് മൂന്നാളും കൂടെ അടിച്ചു പൊളിക്കാൻ വന്നതാ ഇവിടെ. അത് നന്നായി ഏന്റി, മമ്മിക്കും ഒരു സന്തോഷമാവുമല്ലോ. അതിന് സൂസൻ ഏന്റി എത്തിയിട്ടില്ലല്ലോ. അവള് നാട്ടിലെത്തിയിട്ടുണ്ട്. അവളിന്ന് ഇങ്ങോട്ടേക്ക് വരും. ആണോ ഏന്റി? ആണല്ല പെണ്ണ. മിണ്ടാതിരിയടാ മാക്രി, ഞാൻ ശരിയാണോ എന്നാ ചോദിച്ചത്. അതാ അവളാന്ന് തോന്നും വന്നത്. വാ നമുക്കും ചെന്ന് നോക്കാം. സൂസൻ, നീ വന്നോ? അതെ കമല, ഞാൻ വന്നു. നമ്മൾ എത്രയായി കണ്ടിട്ടില്ലേ? നീ ഇപ്പോൾ നന്നായി മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ സൂസൻ. ഹോ, നന്നായിട്ടൊന്നുമല്ല, കുറച്ചൊക്കെ എനിക്കറിയാം മലയാളം. സൂസൻ, ലൂസി, എന്തൊക്കെയുണ്ട് സൂസൻ വിശേഷം? എന്തോ വിശേഷം, സുഖം തന്നെ. മക്കളെ, ഇതാരാ വന്നത് നോക്ക്. അയ്യോടാ, ഇത് നമ്മളെ കണ്ട മദാമയല്ലേ? അതെ അതെ, മദാമയാണല്ലേ ഇത്. കമല, ഇതാണോ നിന്റെ കുട്ടികൾ? അതെ, ഇത് രണ്ടും എന്റെ കുട്ടികൾ. അപ്പൊ നിന്റെ ചെറുതെവിടെ പോയി? അതിവിടെ ഇല്ല. അത് 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. തറവാട്ടിലുള്ളത് എന്റെ അമ്മയുടെ അടുത്ത്. ഇവരെ എനിക്ക് പരിചയമുണ്ട്. പരിചയമോ? എവിടുന്ന്? കൊച്ചുകളെ, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലേ? കണ്ടു. ഇവരെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആണോ? അതെ മമ്മി, ഞങ്ങൾ ടൗണിൽ വെച്ച് കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് ആരാന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഞങ്ങൾ ഓടിക്കളഞ്ഞു. സാരമില്ല കുട്ടികളെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കാം. വാ. ദേ, നീ അടുത്തേക്ക് ഓടുന്നത്? അതെന്താ മമ്മി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ? എവിടെ ഭക്ഷണമുണ്ടോ അവിടെ അവൻ ഉണ്ടാകും. തീറ്റി പണ്ടാരം. തീറ്റി പണ്ടാരമോ? ദീ പീക്കി, നിന്നെ ഉണ്ടല്ലോ ഞാൻ. തീറ്റി പണ്ടാരം നീ തന്നെയാ കൊതിച്ചി. ദാ നിന്നെ ഞാൻ. അയ്യോ മമ്മി, ചേച്ചി എന്നെ അടിക്കുന്നേ. എന്താ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? മമ്മി മമ്മി, എന്താ? എന്ത് പറ്റി? ദേ ഇവൾ എന്നെ അടിച്ചു. ഇല്ല മമ്മി, അവൻ നുണ പറയുകയാ. ഞാൻ അടിച്ചിട്ടൊന്നുമില്ല. തൊട്ടേനും തൊടുന്നേനും അവൻ വിളിച്ചു കൂവും കമ്മി കമ്മി എന്ന്. നല്ല തല്ല് കൊള്ളാഞ്ഞിട്ടാ നിനക്ക്. അല്ല മമ്മി, ശരിക്കും ഇവൾ എന്നെ അടിച്ചു. അവനോട് ചോദിച്ചു നോക്ക്. ഹാ, മതി മതി. വന്നവരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താണ്ട് ഇങ്ങോട്ട് വാ. കിട്ടണം നിനക്ക്. നിനക്ക് ഞാൻ കാണിച്ചു തരാം. എടി പീക്കിരി പീക്കിരി. ഞാനും കാണിച്ചു തരാം. അതെന്തിനാടി അവൻ കാണിച്ചു തരുന്നത്? ആ, എനിക്കറിയില്ല. ദാ തീറ്റി പണ്ടാരമേ, ഡി നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെയൊന്നും വിളിക്കരുതെന്ന്. എന്നാ ഞാൻ നിന്നെ സാറേ എന്ന് വിളിക്കാം. കുഞ്ചൂസ് സാറേ, അങ്ങേ അമ്മ വിളിക്കുന്നുണ്ട്. നീ എന്നെ കളിയാക്കുന്നോ? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ അടികൂടാൻ വരരുതെന്ന്. ദാ അമ്മു രാജു, കുഞ്ചൂസ് സാറ് ഇതാ ദേഷ്യം പിടിക്കുന്നു. നിങ്ങൾക്ക് കാണണോ? കുഞ്ചൂസ് സാറോ? അതെന്താ അങ്ങനെ? അതിപ്പോ അങ്ങനെയാ. ഡി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ കുറെ പ്രാവശ്യമാര് എനിക്കെന്താ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നേ. എന്നാ അതിങ്ങ് തന്നേക്ക്. നീ എന്തെന്നാ വെച്ചത്? വെച്ച സാധനം അലമാരയിലുള്ളത്? ഇതാടി നിനക്ക് ഞാൻ വെച്ചത്. മമ്മി മമ്മി, ഓടി വാ. വീണ്ടും തുടങ്ങിയോ? എന്താ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? മമ്മി, ഇവൻ എന്നെ തല്ലി. എന്തിനാടാ നീ ഇവിടെ തല്ലിയത്? മനുഷ്യന്റെ ചെവിക്ക് ഒരു സൗകര്യം തരില്ലേ നിങ്ങള്? നിങ്ങളോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കമ്മി 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 എന്ന് പറഞ്ഞ് വിളിച്ച് കൂവരുതെന്ന്. കൂടുതൽ എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, രണ്ടിനെ ഞാൻ ചുട്ട് കളയും. നിർത്തടി നിന്റെ കളക്കരച്ചില്. രണ്ടിന്റെ സൗണ്ട് കേട്ടു പോകരുത് ഇവിടുന്ന്. ഇവിടെ എന്റെ ഗസ്റ്റുള്ള കാര്യം നിങ്ങളോട് മറന്നുപോയാ? മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങി നിന്നോളണ്ടേ ഇവിടുന്ന്. പറഞ്ഞില്ലാന്ന് വേണ്ട. രണ്ടാൾക്കും കിട്ടിയ പോരാ. Babies, യെസ് ആന്റി. what are you doing here? ദാ കുഞ്ചു, എന്താടാ ആന്റി ചോദിച്ചത്? അതെങ്ങനെ എനിക്കറിയാൻ പറ്റും? അത് തന്നെയാ ഞാനും ആലോചിച്ച് നിൽക്കുന്നത്. നീ വലിയ സായിപ്പല്ലേ? എന്നിട്ട് നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? അത് പിന്നെ എനിക്ക് അറിയൊക്കെ ചെയ്യാം, പക്ഷെ ഇത് മാത്രം എനിക്കറിയില്ല. ആന്റി ആന്റി എന്താണ് ചോദിച്ചത്? ഹോ, സോറി, നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഓ, അതായിരുന്നോ? ഞങ്ങൾ ഇവിടെ വെറുതെ നിന്ന് കഥ പറയുന്നു. ഹാ, ഓക്കെ ബേബീസ്, നിങ്ങൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വേഴ്സ് യുവർ സിസ്റ്റർ? ഈ ബോക്സ് നിറയെ ചോക്ലേറ്റ്സ് ആണ്.
നിങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചോളൂ. താങ്ക് യു ആന്റി. എന്താ ഹാപ്പി ആയില്ലേ? എന്തേ കാപ്പിയായെന്നോ? വാടി അമ്മു, കാപ്പിയായെന്ന്. വാ നമുക്ക് പോയി കുടിക്കാം. ഈ ചേച്ചി എന്തായി പറയുന്നത്? ഇവിടെ ആരും കാപ്പിയായ കാര്യമല്ല പറയുന്നത്. ആന്റി ഹാപ്പി ആയില്ലേ എന്നാ ചോദിച്ചത്. ഏത് സമയം തിന്നണ്ടോ കുടിക്കണ്ടോ ചിന്ത ചേച്ചിക്കാ. എന്നിട്ട് വെറുതെ എന്നെ പറയും. ആ ഓക്കെ ഓക്കെ, നിങ്ങളെല്ലാം ചോക്ലേറ്റ് തിന്നോ എന്നാൽ. ഹായ്, ചോക്ലേറ്റോ? അതെവിടുന്നാ? അതെ, ചോക്ലേറ്റ് സൂസൻ ആന്റി തന്നതാണ്. നമ്മളോട് എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് താ ചോക്ലേറ്റ്. ഇല്ല, ചേച്ചിയുടെ കയ്യിൽ തരില്ല. നിന്നോടാ പറഞ്ഞത് എന്റെ അടുത്ത് ചോക്ലേറ്റ് തരാൻ. ചേച്ചി മാറി നിൽക്ക്, ചേച്ചിക്ക് തരില്ല ഞാൻ. അതെന്താടാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് താ ചോക്ലേറ്റ്. ഇല്ലാന്നല്ലേ പറഞ്ഞത്? അങ്ങോട്ട് നിക്ക് ചേച്ചി. അയ്യോ, നീ എന്നെ ഉന്തുന്നോ? എടാ നിന്നെ ഞാൻ. നിങ്ങൾ അടി കൂടാതെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തിന്നാൻ ചോക്ലേറ്റ്. എന്നാലും ഇവനിക്ക് അത്ര അഹങ്കാരം പറ്റില്ലല്ലോ. ഇന്ന് ഇവനെ ഞാൻ ശരിയാക്കും. അമ്പട പുളിസോ, ശരിയാക്കാൻ ഇങ്ങ് വന്നാ മതി, ഞാൻ ഇന്ന് തരാം. ദാ കുഞ്ചൂസേ, ഇന്ന് ദാ ചോക്ലേറ്റ് ഞാൻ ഓതി വെക്കാം. വേണ്ട വേണ്ട, അങ്ങനെ ആരും ഓതി വെക്കണ്ട. നിങ്ങളെല്ലാം എന്നെ തീറ്റി പണ്ടാരം എന്ന് വിളിച്ചില്ലേ? അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ഈ ചോക്ലേറ്റ് ഞാൻ ആർക്കും തരില്ല. ഞാൻ തീറ്റി പണ്ടാരം തന്നെയാ. കൊതിയൻ കൊതിയൻ, ചോക്ലേറ്റ് കൊതിയൻ. നോക്കിക്കോടാ, ഞാൻ സ്കൂളിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും നീ കൊതിയനാണെന്ന്. അത് മാത്രമല്ല, നീ ചോക്ലേറ്റ് തന്നില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും നീ കിടക്കയില് മുള്ളുന്നത്. ശരിക്കും നീ പറയോ? പറയോടി, നീ ശരിക്കും പറയോടി? ആ പറയും, ഞാൻ ശരിക്കും പറയും. ഞാൻ വെറുതെ പറ്റിച്ചതല്ലേ നിന്നെ ചോക്ലേറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ട്. ഇതാ ചോക്ലേറ്റ്, നീ തന്നെ പിടിച്ചോ. ഇവരുടെ ഒരു കാര്യം, ഒരു തമാശ പോലും പറയാൻ പറ്റില്ല. നീ ഇത് നിന്റെ ഇഷ്ടം പോലെ ഓതി വെച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി കേട്ടോ. എന്താടാ, നീ ചോക്ലേറ്റ് എനിക്ക് തരാണ്ട് തിന്നുകയാണോ? നീയല്ലേ പറഞ്ഞത് നിനക്ക് വേണ്ടാന്ന്? ഓ, എന്തൊരു അനുസരണ. ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കാറുണ്ടല്ലോ അല്ലേ? നിന്നോട് എനിക്ക് ചോക്ലേറ്റ് തരാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് സാവധാനം ചോദിക്കേ, എന്നാ നിനക്കും ഞാൻ തരും. നീ തരേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എടുക്കുന്നത്. അയ്യോ, എന്റെ ചോക്ലേറ്റ് താടാ. നീ പോടി പീക്കി, തരുന്നില്ല. ഈ ചെറുക്കനെ കൊണ്ടൊരു ലക്ഷ്യമില്ലല്ലേ, എന്തൊരു കുരുത്തക്കേടാ. ഡാ കുഞ്ചൂസേ, പിങ്കി, ഞങ്ങൾ പോവുകയായി ഇന്ന് നാട്ടിലേക്ക്. ശരിക്കും പോവുകയാണോ നിങ്ങൾ ഇന്ന്? അതെ. ഡാ ബ്രഷേ, നീ പോവുകയാണോ? അതേടാ കുഞ്ചൂസേ, ഞങ്ങൾ പോവുകയായി ഇന്ന്. നിങ്ങൾക്ക് നാളെ പോയാ പോരെ? നാളെ അവൻ വരുന്നുണ്ട്. ആര്? അപ്പൂസ്. അപ്പൂസ് നാളെ വരുന്നുണ്ടോ? അതേടി, അവൻ നാളെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് പോക്ക് നിർബന്ധമാണോ? എന്താ എല്ലാവരും കൂടി ഒരു ചർച്ച നടത്തുന്നത്? അങ്കിൾ, ഇവര് പറയുന്നു നിങ്ങൾ ഇന്ന് പോവുകയാണെന്ന്. അതെ മക്കളെ, ഞങ്ങൾക്ക് ഇന്ന് പോക്ക് നിർബന്ധമാണ്. അയ്യോ അങ്കിൾ, ഇന്ന് പോവല്ല അങ്കിൾ. നിങ്ങൾക്ക് നാളെ പോയാ പോരെ അങ്കിൾ? പ്ലീസ് അങ്കിൾ, പ്ലീസ് അങ്കിൾ. അയ്യോടാ കുട്ടികളെ, എനിക്ക് അർജന്റായിട്ട് ഓഫീസിലെത്തണം. നാളെ എത്തിയില്ലെങ്കിൽ പിന്നെ എന്റെ പണി പോകും. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞങ്ങൾ വെക്കേഷന് നോക്കിയിട്ട് വീണ്ടും വരും. അങ്കിൾ, ഇവർ അപ്പൂസിനെ കണ്ടില്ലല്ലോ. അപ്പൂസ് നാളെ വരുന്നുണ്ട്. ആ മോനെ, മമ്മി പറഞ്ഞു അപ്പൂസ് വരുന്നുണ്ടെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് ഇന്ന് പോക്ക് നിർബന്ധ. എന്താ എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നത്? മമ്മി, ഇവര് പോകുന്നാണെന്ന് എനിക്ക് സങ്കടമാവുന്നു മമ്മി. സാരമില്ലടാ, അവർക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ പോകുന്നത്. ഡാ കുഞ്ചൂസേ, നീ കരയണ്ട. നിനക്ക് ഞങ്ങളോട് ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നോ? ഈ കുട്ടികളുടെ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ കാര്യമാക്കി എടുക്കേണ്ടത്. നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാലോ. അതെ അതെ, വെറുതെ ഒരു സീൻ ആക്കണ്ട. ചേട്ടാ, എത്ര മണിക്കാ നിങ്ങൾ ഇറങ്ങുന്നത്? ചേച്ചി, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങുകയാണ്. ഇപ്പൊ തന്നെയോ? അതെന്താ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നില്ലേ? ഇല്ല കമലേ, ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുള്ളതല്ലേ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചോളാം. വാ മക്കളെ, റെഡിയാവ്, നമുക്കിപ്പൊ തന്നെ ഇറങ്ങാമല്ലോ. അവര് പോവണ്ടായിരുന്നു. സാരമില്ല മക്കളെ, നിങ്ങൾക്ക് നാളെ അപ്പൂസ് വരുന്നില്ലേ? അതാ ഇപ്പൊ എന്റെ ആകെയുള്ള ടെൻഷൻ. അവന്റെ കുരുത്തക്കേട് കൊണ്ട് ഇനി ആർക്കാവും നിൽക്കാൻ? അതെ അതെ, അവർക്ക് തറവാട്ടിൽ തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലത്. ഇവിടെ വന്ന് വെറുതെ അടികൂടാൻ. അവനിങ്ങി വന്നില്ല, അതിനു മുമ്പേ തുടങ്ങിയോ രണ്ടും? കൂടുതൽ വിളച്ചിലെടുത്താൽ മൂന്നിനെ ഞാൻ തല്ലി ശരിയാക്കും. വാടി ചേച്ചി, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അവര് പോകുന്നത് നോക്കാലോ. ദാ അപ്പൂസേ, തറവാട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു പപ്പ. മുത്തശ്ശി അടിച്ച ഉണ്ടക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. ഉണ്ടയോ? എന്തുണ്ടാ? പപ്പയല്ലേ ചോദിച്ചത് ഉണ്ട എങ്ങനെയുണ്ടായിരുന്നു എന്ന്? ഞാൻ അതിന് ഉണ്ടയുടെയും മണ്ടയുടെയും കാര്യമല്ല പറഞ്ഞത്. തറവാട്ടിൽ നിൽക്കാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചത്. ഓ, അതായിരുന്നോ? അത് സൂപ്പർ ആയിരുന്നു.
വേഗം പോ പപ്പ, എനിക്ക് പിങ്കി ചേച്ചിയെയും കുഞ്ചു ചേട്ടനെയും കാണാൻ കൊതിയാവുന്നു. നീ തന്നെയാണോ പറയുന്നത്? അതെന്താ പപ്പക്ക് ചെവി കേൾക്കുന്നില്ലേ? ഞാൻ തന്നെയാ പറഞ്ഞത്. ആ മതി മതി, തുടങ്ങി അവന്റെ ഓരോ കിന്നാരങ്ങൾ. മമ്മി മമ്മി ഞാൻ വന്നു. അയ്യോടാ, ആരായി വന്ന്? എന്റെ മോൻ വന്നോ? അതെ മമ്മി ഞാൻ വന്നു. മമ്മി മമ്മി എന്നെ കാണാൻ വിഷമിച്ചോ? പിന്നെ അതെന്ത് ചോദ്യാടാ കുട്ടാ? എല്ലാവരും എവിടെ പോയടി കമലേ? അവരെല്ലാം അകത്തുണ്ട്. ഞാൻ അവരെ കണ്ടിട്ട് വരാം മമ്മി. അയ്യോ അയ്യോ അയ്യോ, എന്തു പറ്റിയടി? അയ്യോ മമ്മി മമ്മി എന്ത് പറ്റി? അങ്ങോട്ട് മാറി നിൽക്കടാ ചെറുക്ക, എന്റെ കാലുമക്കാരി നിന്നിട്ടാ നീ ഉള്ളത്. അയ്യോ സോറി മമ്മി. തുടങ്ങി അവന്റെ ഒരു ശ്രദ്ധയില്ലാത്ത കളി. കേറിപ്പോ അകത്ത്. വല്ലതും പറ്റിയോ കമലേ? ഇതിലും വലിയ ഇനി എന്ത് പറ്റാനാ മനുഷ്യ? ഈ കുരുത്തം കെട്ട ചെറുക്കന്റെ കുരുത്തക്കെടും കൊണ്ട് ഇനി ആർക്കാവും ഇവിടെ നിൽക്കാനേ? ആരോ എന്നെ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വേഗം വരാം. അച്ഛനും കണക്കാ മക്കളും കണക്കാ, ആരോട് പറയാൻ? എന്റെ വിധി. ചേച്ചി, രാജു അമ്മും പോയിട്ട് സങ്കടമാവുന്നല്ലേ? അതെ അതെ, അവരെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അയ്യോ ആരാ? ആരാന്നാ ചോദിച്ചത്? നിങ്ങൾ കാര്യമൊക്കെ അറിയാം. ഞങ്ങൾ കാര്യം അറിയില്ല. നിങ്ങൾ ആരാണ്? ഞാനാണ് കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം. അയ്യോ ഭൂതമോ? മമ്മി മമ്മി. സൗണ്ട് എടുത്ത് ആളെ കൂട്ടിയാൽ രണ്ടിനെയും ഞാൻ കൊന്നുകളയും. അയ്യോ ചേച്ചി, ആരാ ഇത്? ഹീ, ഞാനാ ഇത്. ദാ നീയാ? അതെ ഞാൻ തന്നെ. എന്താ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഇതേ ഞാൻ കളിക്കാൻ കൊണ്ടുവന്ന പുതിയ സാധനമാ. നിന്നോട് ആരാടാ പറഞ്ഞ ഞങ്ങളെ പേടിപ്പിക്കാൻ? നിങ്ങളെ പേടിപ്പിക്കാൻ ആരുടെങ്കിലും സമ്മതം വേണോ? പേടിച്ചു പോയി രണ്ടും പേടിത്തൂറികൾ. ദാ ചെറുക്ക, കൂടുതൽ വിളിച്ചിലെടുക്കല്ലേ. ഇല്ല, കൂടുതലൊന്നും എടുക്കില്ല, കുറച്ചേ എടുക്കൂ. എന്നാ ഞാൻ പോട്ടെ. ഇന്ന് ഞാൻ ഇവിടുത്തെ ഗസ്റ്റാ. മമ്മിയും എന്നെ വിളിക്കുന്നു കാപ്പി കുടിക്കാൻ. ദാ എന്താ ഡൈവനിങ്ങനെ? എന്നോടാണോ ചോദിക്കുന്നത്? ചേച്ചിയുടെ പുന്നാര അനിയനല്ലേ, കിട്ടണം. ദാ അപ്പൂസേ, നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയില്ല? നിന്നോടാടാ ചോദിച്ചോ, നീ എന്താടാ ഒന്നും അനങ്ങാത്തത്? ഈ ചെറുക്കനെ കൊണ്ട് ഇതെന്തൊരു ശല്യ. എടാ അപ്പൂസ, നിന്നോടാ പറഞ്ഞത് ഇറങ്ങാൻ. താമസമെന്തേ വരാൻ. ഹൈ ഹൈ. ദാ അപ്പൂസ, നിനക്ക് ചെവി കേൾക്കുന്നില്ലേ? നിന്നോടാ പറഞ്ഞത് ഇറങ്ങാൻ. ഇവളെ കൊണ്ട് ഇതെന്തൊരു ശല്യ. മര്യാദയ്ക്കൊന്ന് മുക്കി തൂറാനും വിടില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എന്ത് പണി അവക്കിട്ട് കൊടുക്കുക. ആ ഒരു ഐഡിയ. ഈ സോപ്പ് മുഴുവൻ ഇവിടെ പതപ്പിച്ചിടാം. അവൾ ഊരി വീയട്ടെ. ദാ വരുന്നു, ഞാൻ തുറക്കാം. ദേ, എന്താടാ നീ എത്ര നേരമായി ബാത്റൂമിൽ കയറി നിന്നിട്ട്? നിനക്ക് പറ്റിയ പേര് അപ്പൂസ് എന്നല്ല, കക്കൂസ് എന്നാ. എത്ര നേരമായി നീ ബാത്റൂമിൽ കയറി കുത്തിരുന്നിട്ട്? നീ ഇത്ര നേരം എന്താക്കിയതാ ബാത്റൂമിന്ന്? ഞാനേ ബാത്റൂമിന്ന് ഡാൻസ് കളിച്ചത്. അല്ല പിന്നെ നീ എന്താ ബാത്റൂമിൽ ആക്കിയത്? അത് തന്നെയാ ഞാനും ആക്കിയത്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചെല്ലടി ചെല്ലി, നിനക്ക് ഇപ്പൊ കിട്ടും. കുരുത്തം കെട്ടവൻ ബാത്റൂം ആകെ നാശമാക്കി. അയ്യോ മമ്മി, ഞാൻ വീണേ. അയ്യോ മമ്മി മമ്മി, ഓടി വാ മമ്മി, ഞാൻ വീണേ. മമ്മി വാ മമ്മി, വേഗം വാ മമ്മി. അയ്യോടി, നിനക്ക് എന്ത് പറ്റി? പോടാ ചെറുക്ക അവിടുന്ന്. അവൻ തള്ളിയിട്ടതും പോരാണ്ട് നിന്ന് കിളിക്കുന്നു. പോടാ അവിടുന്ന്. മമ്മി ഓടി വാ മമ്മി. കിട്ടണം കിട്ടണം, നിനക്ക് കിട്ടിയാ പോരാ. കൊറേ നേരമായല്ലോ രണ്ടും കൂടെ. അയ്യോ മോളെ പിങ്കി, എന്ത് പറ്റി? മമ്മി ഞാൻ വീണു മമ്മി. ഇങ്ങ് വാ മോളെ, എഴുന്നേൽക്ക്. എന്താ, എന്ത് പറ്റിയതാ മോളെ? നീ ആദ്യം വിളിച്ചത് നിർത്തിയിട്ട് കാര്യം പറ. നിന്നോടാ ചോദിച്ചത്. ദാ ഈ ബേക്കിന് കളിക്കുന്ന ഇവനോട് ചോദിക്കാൻ എന്താ പറ്റിയതെന്ന്. ഡാ ചെറുക്ക, നീ എന്താക്കിയതാ? ഞാൻ എന്താക്കാൻ? ഞാനൊന്നും ആക്കിയില്ല മമ്മി. കള്ളം, പച്ചക്കള്ളം. നോക്കു മമ്മി, ഇവൻ ബാത്റൂം മുഴുവൻ സോപ്പ് പതപ്പിച്ചിട്ടിട്ട് ഞാൻ അതിൽ തെന്നി വീണതാണ്. ശരിയാണല്ലോ, ഇവിടെ മുഴുവൻ സോപ്പാണല്ലോ. ഡാ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞാൻ ചെയ്തതല്ല മമ്മി. അല്ല, പിന്നെ തനിയെ ആയതായിരിക്കും. നിലത്തൂരി വീണിട്ട് അവൾക്കാറ്റം വല്ലതും പറ്റിയിരുന്നെങ്കിൽ നീ എന്ത് കണ്ടേനെ? അയ്യോ മമ്മി, ചെവി വേദനിക്കുന്ന, വിട് മമ്മി. കിട്ടണം കിട്ടണം, നിനക്ക് കിട്ടിയാ പോരാ. എന്നെ നീ കളിക്കോ കുരുത്തക്കേടെ? തല്ല് കൊള്ളാഞ്ഞതിന്റെ കുറവ് നിനക്ക് നല്ലോണമുണ്ട്. ഇല്ല മമ്മി, ഇനി ഞാൻ കളിക്കില്ല, ചെവി വിട്. ഇനി ഒരു ശബ്ദം ഇവിടുന്ന് കേട്ടാൽ
മര്യാദക്ക് രണ്ടും കുളിച്ച് സ്കൂൾ പോവാൻ നോക്ക്. അയ്യോടാ മോനിക്ക് വേദനിച്ചോ? പോടി പീക്കിരി, നീ പോടാ പോക്കിരി. ഡീ എന്താടാ കുന്തം? ഡീ പീക്കിരി, നീ എന്താ ഞൊണ്ടി ഞൊണ്ടി വരുന്നത്? അതൊന്നും പറയാത്തതാടാ നല്ലത്. ആ തലതെറിച്ച ചെറുക്കൻ എന്നെ ബാത്റൂമിൽ തള്ളിയിട്ടു. ബാത്റൂമിൽ വീണെന്നോ? അതെ, ബാത്റൂമിൽ വീണു. എന്നിട്ടോ? പറഞ്ഞു തരാൻ മനസ്സില്ല. ബാത്റൂമിൽ വീണിട്ട് അവൻ എന്ത് പറ്റിയെന്നല്ല ചോദിക്കുന്നത്, നിന്ന് കളിക്കുക ചെയ്യുന്നത്. എന്താ രണ്ടാളും കൂടെ സംസാരിക്കുന്നത്? കുന്തം? കുന്തമോ? ആരുടെ കുന്തം? ലുട്ടാപ്പിയുടെ കുന്തമാണോ? നീ എന്താടി കൊക്കപ്പുഴു ഇരുന്ന പോലെ ഇരിക്കുന്നത്? കൊക്കപ്പുഴുവോ? എവിടെ? അതാ അവിടെ. നേരെന്നെ കൊക്കപ്പുഴു ഇരുന്ന പോലെ തന്നെയുണ്ട് നിന്നെ കാണാൻ. ഓക്കേ, സമ്മതിച്ചു, ഞാൻ കൊക്കപ്പുഴു തന്നെയാ. നിങ്ങൾ രണ്ടാളെയും കാണുമ്പോൾ എനിക്ക് എന്താണെന്ന് ഓർമ്മ വരുന്നത്? ഹാർപ്പിക്കിന്റെ പരസ്യത്തിൽ എപ്പോഴും ബാത്റൂം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന രണ്ട് ജീവികളില്ലേ, ആ ജീവികളെ. ജീവികളെന്നല്ല വിളിക്കേണ്ടത്, കീടങ്ങളെന്നാ, കീടങ്ങൾ. Hey, Pinky. യെസ് ആന്റി. What happened? എന്ത്? അപ്പന് വട്ടാണെന്നോ? ആരാ ഇവരൊക്കെ? ഇതെവിടുന്ന് വന്ന കുറെ മദാമ്മമാർ? നീ ഇവരെ കണ്ടില്ലേ? ഇത് മമ്മിയുടെ ഫ്രണ്ട്സ് ആണ്. പിങ്കേ, എനിക്കെന്നാ പറ്റിയേ? അയ്യേ, ഇതെന്ത് മദാമയാ? അത് മദാമയല്ലടാ മണ്ട. പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ മദാമയാണെന്ന്? ഇത് ലൂസി ആന്റി, അത് സൂസൻ ആന്റി. ലൂസി ആന്റി മദാമയൊന്നുമല്ല. ഹലോ ആന്റി, ഞാൻ അപ്പൂസ്. നീ അപ്പൂസാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. സൂസൻ ആന്റിക്ക് എന്നെ അറിയാമോ? ആ മോനെ, എനിക്കറിയാം നിന്നെ. ആ നെനുമ്പിടുന്ന ഒരു ഒച്ച കേട്ടേ, ആരോ കരയുന്ന പോലത്തെ ഒരു ഒച്ച. ഇതെന്ത് ഭാഷ? ആന്റി, അത് ഞാൻ ബാത്റൂമിൽ വീണതാണ്. ബാത്റൂമിൽ വീണതാ? അങ്ങനെയൊന്നും വീണേ? അത് ചെറുക്കൻ ബാത്റൂമിൽ സോപ്പ് ഒഴിച്ചിട്ട് അതിൽ തന്നെ വീണതാണ് ഞാൻ. എനിക്ക് ഭയങ്കര കുരുത്ത കടാലേ ചക്ക. ഹേയ്, അങ്ങനെയൊന്നുമില്ല ആന്റി. ആഹാ, എല്ലാവരും കൂടെ ഇവിടെ നിന്ന് കഥ പറയുകയാണോ? കഥയോ? എന്ത് കഥ? ഇവിടെ ആരും കഥയൊന്നും പറയുന്നതല്ല, ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. ലൂസി, സൂസൻ, വാ നമുക്ക് ചായ കുടിക്കാലോ. അതെന്താ മമ്മി, ഞങ്ങൾക്ക് ചായ ഇല്ലേ? ഉണ്ട് മക്കളെ, വാ നമുക്ക് എല്ലാവർക്കും കൂടെ ചായ കുടിക്കാം. മമ്മി ഉറങ്ങുകയാണോ? എന്നാൽ ഇത് മമ്മിയുടെ അടുത്ത് എനിക്ക് കിടക്കാം. അമ്പല പുളിസോ, മോന്റെ പൂതി കൊള്ളാം. ഞാനായിരുന്നു മമ്മിയുടെ അടുത്ത് കിടക്കുന്നത്. നീ പോടാ മാത്രി, ഞാനായിരുന്നു മമ്മിയുടെ അടുത്ത് കിടക്കുന്നത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? പിന്നെ എന്റെ കാര്യം ഞാനല്ലാണ്ട് നീയാണോ തീരുമാനിക്കുന്നത്? എവിടെ നോക്കിയാലും ഉണ്ടാവും കൃമി പോലെ ഇടങ്ങാറാക്കാൻ. കൃമി ഞാനല്ല, നീയാ. നിനക്ക് പറ്റിയ പേരാണത്. തുടങ്ങിയ രണ്ടും മനസമാധാനത്തോടെ ഒരു 5 മിനിറ്റ് കിടക്കാന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല രണ്ടും. നിങ്ങൾക്ക് രണ്ടും എന്തിന്റെ കേടാ? രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട്. മമ്മി വെച്ചിട്ടുണ്ടെന്നോ? എന്താ വെച്ചത്? പായസമാണോ? പായസമല്ല, പാഷാണം. മനുഷ്യനൊരു സമാധാനം തരില്ലെന്ന് തീരുമാനിച്ചതാ മൂന്നും കൂടി. മമ്മി, എനിക്ക് മമ്മിയുടെ അടുത്ത് കിടക്കണം. അമ്മടെ കേമ, എനിക്കും കിടക്കണം. മാറി നിൽക്ക് രണ്ടും അങ്ങോട്ട്. ഇല്ല, എനിക്കും കിടക്കണം ഇവിടെ. അയ്യോ അമ്മേ, ഞാനിപ്പം വീകും. മാറടാ മാത്രി അങ്ങോട്ട്. അയ്യോ, ഞാൻ വീണേ. മമ്മി വീണോ? അയ്യോ മമ്മി, ചക്ക വീണതുപോലെയുണ്ട് കാണാൻ. നാശങ്ങൾ, കിടക്കാനും സമ്മതിക്കില്ല. അങ്ങോട്ട് മാറടി. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഭൂകമ്പം. ഒരു കണക്കെടുക്കാൻ വന്നിരിക്കുന്നു അവൾ. നിനക്ക് വേറെ ഒന്നും പണിയില്ലേ? അതെ അതെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. നിങ്ങളോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ നീ എന്ന് വിളിക്കരുതെന്ന്. നിങ്ങളുടെ മൂത്തതല്ലേ ഞാൻ? പിന്നെ എന്താ നിന്നെ വിളിക്കേണ്ടത്? പീക്കിരി എന്നാണോ? അതാണ് ഇവൾക്ക് പറ്റിയ പേര്. അതിന് നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ എടാന്ന് വിളിക്കരുതെന്ന്? നിന്റെ മൂത്തതല്ലേ ഞാൻ? കുറെ മൂത്താപ്പമാർ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും. നിനക്കിപ്പോ സമാധാനമായില്ലേ? വലിയ സമാധാനമൊന്നുമില്ല, ചെറുതായിട്ട്. ലൂസി, സൂസൻ, ഇന്ന് നമുക്കൊന്ന് പുറത്തു പോയാലോ? ആ, അത് നല്ല കാര്യമായിക്കളെ കമല. ഞാനും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടേനു എവിടെങ്കിലും ഒന്ന് പുറത്തു പോണെന്ന്. കമല, ഗുഡ് ഡിസിഷൻ. നമ്മൾ എവിടെ പോകും? ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്, അവിടെ പോയാലോ? പാർക്കാ? പാർക്കിൽ എന്ത് പോവാ നമ്മള്? ആടെ കുട്ടികളല്ലേ പോണ്ടത്? നമ്മൾ മൂന്നാളും മാത്രല്ലേ പോകുന്നുള്ളൂ. വേറെ എവിടെങ്കിലും പോയാൽ മതിയെ നമുക്ക്. നമ്മൾ എവിടെ പോകുന്ന കാര്യമാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? നമ്മളോ? നമ്മളെന്ന് പറയാൻ നിങ്ങളില്ല, ഞങ്ങൾ മാത്രമാ പോകുന്നത്. അതെന്താ മമ്മി ഞങ്ങളെ കൂട്ടാത്തത്?
എന്തിന് അവിടെയും സ്വൈര്യം തരാണ്ട് നിൽക്കാനോ? ഞങ്ങൾക്കും വേണ്ട ഒരു പ്രൈവസി ഒക്കെ. ഇല്ല മമ്മി, ഞങ്ങൾ ഒരിടങ്ങാറും ഉണ്ടാക്കില്ല. ഞങ്ങളെയും കൂട്ടുമോ മമ്മി? ഇല്ല ഇല്ല, നിങ്ങളെ കൂട്ടുന്നില്ല. നിങ്ങൾ പോയിരുന്ന് പഠിക്ക്. പിന്നെ വയസ്സന്മാർക്ക് തെണ്ടാൻ പോകാൻ കണ്ട സമയം. ബയസന്മാരോ? ആരാ ചെറുക്ക ബയസന്മാർ? നിങ്ങളൊക്കെ തന്നെ വേറെ ആരാ? കുട്ടികളെ അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾക്ക് വയസ്സൊന്നും ആയിട്ടില്ല. കുറെ മദാമേ സായിപ്പ് ഉറങ്ങിക്ക്. ഡാ ചെറുക്ക, നിന്നോടാ കാര്യം പോവാൻ പറഞ്ഞത്. പപ്പ വന്നാൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ, നിങ്ങൾക്ക് പറ്റിയാൾ പപ്പ തന്നെയാ. പപ്പ വന്നിട്ട് പപ്പയുടെ കൂടെ നിങ്ങൾ പാർക്കിലോ ബീച്ചിലോ എവിടെ വേണമെങ്കിലും പോട്. ഞങ്ങളെ കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ട് വിട്. നിങ്ങളോടാ ചെന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞത്. നിങ്ങളെ എത്ര മോങ്ങിയിട്ടും നിങ്ങളെ കൂട്ടുന്ന കാര്യമില്ല. നോക്കിക്കോ, ഞങ്ങൾക്കുമുണ്ടല്ലോ ഫ്രണ്ട്സ്. ഞങ്ങൾ അവരുടെ കൂടെ പോകും. ആ, അതാ നിങ്ങൾക്ക് നല്ലത്. ഡാ കുഞ്ചുസേ, നമ്മുടെ അടവ് നടക്കില്ല. നമുക്കൊന്ന് മാറ്റി ചവിട്ടിയാലോ? അതെ, അതാ നല്ലത്. എന്നാ തുടങ്ങാലേ? 1 2 3 സ്റ്റാർട്ട്. കൊള്ളാലോ പുതിയ അടവ്. നടക്കില്ല മക്കളെ, നടക്കില്ല. നിങ്ങളോടാ പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞത്. എന്നാ മമ്മി ഇവന്മാരെ കൂട്ടണ്ട, എന്നെ മാത്രം കൂട്ടുമോ? ഞാനും ഒരു പെൺകുട്ടിയല്ലേ? ഓഹോ, കൊള്ളാലോടി നിന്റെ അടവ്. അങ്ങനെ നിന്നെ മാത്രം കൂട്ടിയാൽ ഞങ്ങളുണ്ടോ നിന്നെ വെറുതെ വിടുന്നേ? അതാ പറഞ്ഞത്, മൂന്നാളെയും കൂട്ടുന്നില്ല, പോയിരുന്ന് പഠിക്കാൻ. അപ്പൊ ഞങ്ങളെ കൂട്ടില്ലെന്ന് മമ്മി തീരുമാനിച്ചതല്ലേ? അതെ, നിങ്ങളെ കൂട്ടുന്നില്ല. എന്നാ വാടാ അപ്പു, വെറുതെ നിന്ന് കാല് കടയണ്ട. എന്തു പറ്റി കമല അവരെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞത്? നമുക്ക് അവരെയും കൂടെ കൂട്ടാമായിരുന്നില്ലേ? അതെന്നെ കമലേ, ആ ധനുവലെ കൂട്ടാത്തെ? നമുക്ക് ഓലെയും കൂടെ കൂട്ടിയിട്ട് പോയാ പോരേനാ? അത് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്. ആ പാർക്കിൽ പോകുമ്പോൾ നമുക്ക് അവരെയും കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാം. ഇത് ഞാൻ പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേത് സ്ഥലാളെ? ഇവിടെ അടുത്തൊരു പബ് ഉണ്ട്. നമുക്ക് മൂന്നാൾക്കും അവിടെ പോയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വരാം. യാ ഗുഡ് ഡിസിഷൻ. നമുക്ക് അവിടെ തന്നെ പോകാം. എന്നാൽ വേഗം റെഡിയാവ്, നമുക്ക് പോയിട്ട് വേഗം വരാം. ഓക്കെ ഓക്കെ. സൂസന്നെ, ഇനി ഇറങ്ങിയോ പോവാനിയെ? യെസ് ലോസി, ഐ ആം റെഡി. എന്താളി കമലേനെ കാണാത്തെ? ഓളെന്താ വരാത്തെ? ഓൾ ഇറങ്ങിക്കില്ലോളി? ഞാനും റെഡിയായി. അല്ലേ കമലേ, ഇതെന്ത് കോല? എന്താ ഈ കോലത്തിന് വല്ല കുഴപ്പവുമുണ്ടോ? നമ്മൾ ഡാൻസ് പാർട്ടിക്കൊക്കെ പോകുന്നല്ലേ, അപ്പൊ ഞാനും കുറച്ച് ഫാഷൻ ഒക്കെ ആവണ്ടേ? എന്നാലും കമലേ, വല്ലാത്തൊരു ഫാഷൻ ആയിപ്പോ ഇത്. ആരാ ഇത്? മത്തങ്ങക്ക് കയ്യും കാലും വെച്ചതുപോലെയുണ്ട്. പോടാ ചെറുക്കാടുന്ന്, നിനക്ക് അസൂയല്ലേ? എന്നാലും വേണ്ടേനും കമലേ, എനിക്ക് എന്റെ മറ്റേ കോലം തന്നെയാ ചേരുന്നത്. നേരാണോ സൂസൻ? എനിക്ക് ഈ കോലം ചേരുന്നില്ലേ? അതോ പിന്നെ കമല, അവൾ പറഞ്ഞത് നേരാണ്. നിനക്ക് ഈ കോലം തീരെ ചേരുന്നില്ല. എന്നാ ശരി, ഞാൻ മാറ്റിയിട്ട് വരാം.